പുണ്യഭൂമിയായ ഭാരതത്തിൽ അനേകം പുണ്യസ്ഥലങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് പന്മന ആശ്രമം. കുട്ടിക്കാലം മുതൽ കേട്ട് മനസ്സിൽ ആരാധിച്ചു പോരുന്ന ഈ പുണ്യഭൂമിയിലാണ് നമ്മളെല്ലാവരും ഇന്ന്. ഇവിടുത്തെ ശതാബ്ദി ആഘോഷവേളയിൽ കുറച്ച് സമയം ഒരു പ്രത്യേക പേരിൽ കർഷക സംഗമം എന്ന പേരിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഈ മഹാസഭയിൽ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ ഓരോന്നായി സ്വാഗത പ്രാസംഗികർ നമ്മളോട് പറഞ്ഞു പരിചയപ്പെടുത്തി സ്വാഗതം ആശംസിച്ചിട്ടുണ്ട്. ഇനി വലിയ വേളയിൽ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടല്ല, അങ്ങനെ അതിലൊരു ആവശ്യവുമില്ല. ഞാൻ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ സഭ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭൂമിപൂജ നടന്നു, വൃക്ഷപൂജ നടന്നു, ഗോപൂജ നടന്നു. ഭൂമിയും വൃക്ഷങ്ങളും ഗോക്കളും അവരെ പൂജിച്ച് പുണ്യം നേടി. അങ്ങനെയാണ് നമ്മൾ പിന്നീട് ഈ സഭ കൂടുന്നത്. ഭൂമിയുടെയും പ്രകൃതിയുടെയും നഷ്ടപ്പെട്ടു പോയ യൗവനത്തെ നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ അമ്മ രോഗിയാണ്, ഭൂമി മാതാവ്. അമ്മയുടെ ശരീരം ഇന്ന് പല കാരണങ്ങളാൽ ക്ഷീണിച്ചിരിക്കുകയാണ്, രോഗം ബാധിച്ചിരിക്കുകയാണ്. ഈ മണ്ണിലെ അനേകം ജീവജാലങ്ങൾ, സൂക്ഷ്മജീവികൾ എല്ലാം തന്നെ കീടനാശിനികളും രാസവള പ്രയോഗങ്ങളും അതുപോലെ തന്നെ വിദേശ വിത്തുകളും വിദേശ ഗോക്കളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഈ അമ്മയുടെ, ഈ ഭൂമിയുടെയും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ, ചൈതന്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഗോപരിപാലനം ചെയ്യുന്നു. അതൊരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത് പരമസത്യവുമാണ്. ഗോക്കളെ പരിപാലിക്കുക, ഗോസംവർദ്ധനം ഉണ്ടാവുക, ഭാരതീയ ഗോവംശവർദ്ധനവ് അനിവാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച എല്ലാ നന്മകളെയും വീണ്ടെടുക്കാൻ വേണ്ടി ഈ കർമ്മം നമുക്ക് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ ദേശീയ ഗോക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നാടൻ പശുക്കളാണ് ഉണ്ടായിരുന്നത്. ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ അതിലധികമോ പശുവും കാളകളും അവരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു കുടുംബത്തിൻ്റെ ജീവിതം. അതൊരു സംസ്കാരമാണ് നൽകിയിരുന്നത്. ഗോ ആധാരിത ജീവിത സംസ്കാരം. ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഒരു നാടൻ പശു ഉണ്ട് ഉണ്ടെങ്കിൽ ആ വീടും അവിടുത്തെ വീടും പരിസരവും പറമ്പും എല്ലാം ആരോഗ്യപൂർണ്ണമാകും. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനാണ്. ഈ നാടൻ പശുവിൻ്റെ പാലും മോരും വെണ്ണയും തൈരും നെയ്യും ഒക്കെ കൂടി ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കുവാനും
ഓരോ കുടുംബങ്ങൾക്കും സാധ്യമാകാൻ വീടുകളിൽ നാടൻ പശുവിൻ്റെ പരിപാലനവും നാടൻ പശുവിൻ്റെ വർധനവും ഉണ്ടാകണം. ഗോപരിപാലനം, ഗോ സംവർദ്ധനം, ഈ രണ്ട് കാര്യവും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ സാധിക്കും. കുറച്ച് സ്ഥലമേ ഉണ്ടെങ്കിലും ഉള്ള സ്ഥലത്ത് ഒരു നാടൻ പശുവിനെ വളർത്തുവാൻ സാധിക്കും. ആ ഒരു വീട്ടിലെ വിഭവങ്ങൾ മതി. അതിന് കുറച്ച് ആഹാരമേ വേണ്ടൂ. അതവിടെ തന്നെ ഉണ്ട്. അരി കഴുകിയ കാടി ഉണ്ടാവും. അരി വെന്തു കഴിഞ്ഞാൽ നോക്കിയ കഞ്ഞിവെള്ളമുണ്ട്. പഴം കഴിച്ചാൽ തൊലി അരി കൊടുക്കാം. കാടിയും കഞ്ഞിവെള്ളവും പഴത്തൊലിയും, കൃഷി ചെയ്താൽ പറമ്പിലോ പാടത്തോ ഉള്ള കുറച്ച് വൈക്കോലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുന്നില്ലല്ലോ. നമുക്ക് വേണ്ടാത്തത്, നമ്മൾ കഴിക്കാത്തത് പശുവിന് കൊടുക്കുക, അത് കഴിക്കും. നമുക്ക് വേണ്ടതെല്ലാം ഗോമാതാവ് നമുക്ക് നൽകുക. ഇതാണ് ഒരു സംസ്കാരം. അപ്പം നമുക്ക് വേണ്ടാത്തത്, നമ്മൾ നമ്മൾ കഴിക്കാത്തത് ഗോമാതാവിന് കൊടുക്കുന്നു. ഗോമാതാവ് നമുക്ക് വേണ്ടതെല്ലാം തരുന്നു. ഇങ്ങനെയൊരു പരസ്പര പൂരകമായ ഒരു സാമൂഹ്യ, കുടുംബ, സാംസ്കാരിക, ആധ്യാത്മിക ജീവിതത്തിന് ഗോപരിപാലനം അനിവാര്യമാണ്. 2010 ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ നിന്നും ഒരു യാത്ര ആരംഭിച്ചു. വിശ്വമംഗള ഗോ ഗ്രാമയാത്ര. അതിൽ 4 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. മടങ്ങുക ഗ്രാമത്തിലേക്ക്, ഗോക്കളിലേക്ക്, കൃഷിയിലേക്ക്, പ്രകൃതിയിലേക്ക്. ഗ്രാമം, കൃഷി, ഗോക്കൾ, പ്രകൃതി, ഇവ 4നെയും, ഈ 4 സന്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഭാരതം മുഴുവൻ ഈ യാത്ര പൂർത്തിയാക്കി നാഗപൂരിൽ സമാപിക്കുമ്പോൾ 10,000 കണക്കിന് ചെറുതും വലുതുമായ യോഗങ്ങളും ലഘുലേഖ വിതരണവും പ്രഭാഷണങ്ങളും സെമിനാറും ശില്പശാലകളും ഒക്കെയായിട്ട് വലിയൊരു ജനകീയ ബോധവൽക്കരണ പരിപാടി നടന്നു. അതിനു മുമ്പായിട്ടും ഒറ്റപ്പെട്ട വ്യക്തിപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇതിനൊക്കെ മൊത്തത്തിൽ ഒരു ഏകീകരണം, ഒരു സംഘടനാ രൂപം വന്നത് 2010. ആ വിശ്വമംഗള ഗോഗ്രാമയാത്രയോടുകൂടി സന്യാസിമാരും സാംസ്കാരിക നായകന്മാരും ദേശഭക്തരായ ആളുകളും ഗോപരിപാലകരും പഞ്ചഗവ്യ ചികിത്സകരും കാഞ്ചീപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗുരുകുലങ്ങൾ, ആ ഗുരുകുലത്തിൽ നിന്നും വിദ്യ നേടി പഞ്ചഗവ്യ സിദ്ധന്മാരായി കേരളത്തിലും ഭാരതത്തിലും അനേകം ശിഷ്യന്മാരെ അതിൽ കൂടി വളർന്നു വന്ന് അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെല്ലാം ഒരു സ്റ്റേജിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ സദസ്യ സംഘത്തിൻ്റെ പ്രവർത്തനം, ഇങ്ങനെ ട്രസ്റ്റുകൾ, ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, വ്യക്തികൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒന്നിച്ച് ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഗോസേവാ വിഭാഗം പ്രവർത്തിക്കുന്നത്. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഗോസേവ സംസ്ഥാന സംയോജകൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സംയോജനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോ വീടുകളിലും ഗുരുകുലങ്ങൾ കേന്ദ്രീകരിച്ച് പഞ്ചഗവ്യ പഠന കളരികളും ചികിത്സാ കേന്ദ്രങ്ങളും ഇങ്ങനെയെല്ലാം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് ഏകീകരിച്ച് നമ്മളെല്ലാവരും കൂടി വിചാരിക്കുമ്പോൾ കേരളം പൊതുവെ ഒരു ഗോക്കളെ കൊല്ലുക, തിന്നുക എന്നൊക്കെ ഒരു രീതി കാണുന്നുണ്ട്. ഏറെക്കുറെ അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അറിവില്ലായ്മയാണ് കാരണം. എന്തൊക്കെ അറിയാം, പക്ഷെ തിരിച്ചറിയില്ല. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് തിരിച്ചറിവാണ്. തിരിച്ചറിയുമ്പോൾ നമുക്ക് ഏതാണ് ആചാരം, ഏതാണ് അനാചാരം, ഏതാണ് ദുരാചാരം,
ഈ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ മാറി യഥാർത്ഥമായ സംസ്കാരത്തെ ജീവിതത്തിൽ ആചരിക്കാൻ ഏറ്റവും നമ്മളോടൊപ്പം എപ്പോഴും നിന്ന് ഉപകരിക്കുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഗോക്കൾ. ഗോക്കളെ പരിപാലിച്ചാൽ ഭൂമിയുടെയും പ്രകൃതിയുടെയും കൃഷിയുടെയും നഷ്ടപ്പെട്ടു പോയ ആ പാരമ്പര്യത്തെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. പലതും നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ വിദ്യാഭ്യാസം പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ദേശീയ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, പാരമ്പര്യ ചികിത്സ നഷ്ടപ്പെട്ടു, പരമ്പരാഗത കൃഷി നഷ്ടപ്പെട്ടു. ആ സ്ഥാനത്ത് വിദേശ വിത്തും വിദേശ വളവും വിദേശ കീടനാശിനിയും ഒക്കെ കടന്നു വന്നു. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാൻ, പുനരാവിഷ്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഗോസേവാ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു സഹകരണം. അതിലൂടെ നമുക്ക് ഇന്നത്തെ ഈ കേരളത്തെ അറവുശാല എന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് ഒരു അമ്പാടിയുടെ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് മാറ്റണം. അറവുശാലയിൽ നിന്ന് അമ്പാടിയിലേക്ക് ഒരു മാറ്റം. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവ്വദേവതകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ ഈ ഗോസേവ എന്ന് പറയുന്നത് കേവലം ഒരു ഭക്തിയുടെ ഭാഗം മാത്രമല്ല, ഇതൊരു വലിയൊരു ശാസ്ത്രമാണ്, ഇത് സയൻസാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന, ഉണർത്തുന്ന ഒരു വലിയ സാംസ്കാരിക യഥാർത്ഥ മനുഷ്യ നിർമ്മാണ പ്രവർത്തനമാണ് ഗോപരിപാലനത്തിലൂടെ സാധ്യമാകുന്നത്. അതുകൊണ്ട് ഭൂമിപൂജയും വൃക്ഷപൂജയും ഗോപൂജയും നമ്മൾ ചെയ്ത് ഇത് നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ്. വലിയ ഒരുക്കങ്ങളൊന്നും വേണമെന്നില്ല. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജായതേ നമഃ എന്ന് ചൊല്ലി ഒരാൾ ഒരു കർപ്പൂരം ഒഴിഞ്ഞ് കുറച്ച് പൂക്കൾ നമ്മുടെ വീട്ടുമുറ്റത്തെ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അത് അർപ്പിച്ചിട്ട് ആ വൃക്ഷത്തിന് ചുറ്റും ഒരു പിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്ത് അവിടെ തളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെയ്യേണ്ട യഥാർത്ഥമായ ഒരു സത്കർമ്മം അനുഷ്ഠിച്ചതിൻ്റെ പുണ്യം, ഒരു സമാധാനം, മനസ്സമാധാനം നമുക്ക് കിട്ടും. ലഘുവായ ഗോപൂജയും ചെയ്യാം. അങ്ങനെ ഒരു നാടൻ പശുവിനെ ഒരു വലം വെച്ച് അതിനെ ഒന്ന് തൊട്ടുപിഴുതാൽ സർവ്വദേവതാ നമസ്കാരം അവിടെ പൂർത്തിയായി. സർവ്വദേവതകളെയും നമസ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗോ പരിപാലനത്തിൻ്റെ, ഗോ സംരക്ഷണത്തിൻ്റെ മഹത്വം, പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ വീണ്ടെടുക്കണം, നമുക്ക് വീണ്ടെടുക്കണം. ഇതൊരു പുതിയ പ്രവർത്തനമൊന്നുമല്ല, ഇത് ആവർത്തനമാണ്. പുനരാവർത്തനം എന്നത് ഭാരതീയ സംസ്കൃതിയുടെ സവിശേഷതയാണ്. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടും പുനരാവർത്തിച്ച് നമുക്ക് ഇതിനെ വീണ്ടും നമ്മുടെ ഭാരതീയ സംസ്കൃതിയെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി ഭാഗ്യവശാൽ ഇന്ന് ഭരണകൂടവും പുതിയ പദ്ധതികൾ നമ്മൾ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളായാലും അങ്ങനെ പുതിയ കർഷകരെ, ഇനി ഒരു കർഷകനും ഇവിടെ ആത്മഹത്യ ചെയ്യരുത് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ലക്ഷ്യവും ഒക്കെ സാക്ഷാത്കരിക്കാൻ, പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി സർക്കാരും ജനങ്ങളും സംഘടനകളും ഉദ്യോഗസ്ഥന്മാരും ജനകീയമായ ഈ എല്ലാവരുടെ ഇടയിലേക്ക് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ബോധവൽക്കരണം, ആദ്യം ബോധമുണ്ടാകണം. അങ്ങനെ ഓരോരുത്തരും ചെയ്തു തുടങ്ങും. വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വലിയൊരു സാമൂഹിക ദേശീയ വിപ്ലവമാണ് ഇപ്പോൾ ഈ പ്രവർത്തനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പരിവർത്തനത്തിൻ്റെ ആ ഒരു വിജയത്തിൻ്റെ, ഒരു നേട്ടത്തിൻ്റെ അനുഭവം എനിക്കുണ്ട് കേരളത്തിലുടനീളം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതായത് വിശ്വമംഗള ഗോഗ്രാമയാത്രയ്ക്ക് വേണ്ടി ഒരുക്കത്തിന് ശങ്കരാചാര്യ സ്വാമികൾ, ശ്രീ രാഘവേശ്വര ഭാരതി സ്വാമികൾ എറണാകുളത്ത് വന്ന് 3 ദിവസം താമസിച്ചു. ഇതിൻ്റെ സംഘാടകരായ ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാൻ. അന്ന് അദ്ദേഹത്തിന് നാളെ
നാടൻ പശുവിൻ്റെ പാലും മോരും എണ്ണയും തൈരും നെയ്യും ഒക്കെ വേണമായിരുന്നു പൂജയ്ക്കും ഭക്ഷണത്തിനും മറ്റുമൊക്കെയായിരുന്നു. 32 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് വൈക്കത്തൊരു ഗ്രാമത്തിൽ പോയിട്ടാണ് നാടൻ പശുവിൻ്റെ പാലും ഈ പാലുൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് സ്വാമിക്ക് കൊടുത്തത്. 3 ദിവസം. ഇപ്പോൾ 12 വർഷമായി നമ്മുടെ ഈ പ്രവർത്തനം നടക്കുന്നു. ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു 300 പശുക്കൾ വരെ ഇന്ന് നമുക്ക് കാണിക്കാം. ഇവിടെ പ്രാർത്ഥന പഞ്ചായത്തിൽ പരിപാലകർ 600-ലധികം നാടൻ പശു ആ പഞ്ചായത്തിൽ തന്നെയുണ്ട്. 600. അതിൻ്റെ ഇദ്ദേഹമാണ് അതിൻ്റെ സംയോജകൻ. ദീർഘകാലം 10-30 വർഷം കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്ത് നാട്ടിൽ വന്നു ഗോമഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് കളക്ടറൊക്കെ ആ പ്രോജക്റ്റ് അംഗീകരിച്ചു. നാടൻ പശു പരിപാലനത്തിന് പഞ്ചായത്തിന് അംഗീകാരവും ആദരവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 32 കിലോമീറ്റർ ദൂരെ പോയി പാല് കൊണ്ടുവന്ന് 10 വർഷം മുമ്പെങ്കിൽ നമ്മുടെ ഒരു 12 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു പഞ്ചായത്തിൽ 300 നാടൻ പശുക്കൾ വീടുകളിൽ വളർത്തുന്നു. ഗോശാലകളിൽ വേറെ പത്തനംതിട്ട പുല്ലാടൂർ അജയകുമാർ നടത്തുന്ന ഗോശാലയിൽ 650 നാടൻ പശുക്കളുണ്ട്. മഹാലക്ഷ്മി ടെക്സ്റ്റൈൽ തുണിക്കടക്കുണ്ട്. വിനോദിജിയുടെ ഗോശാലയിൽ 500 നാടൻ പശുക്കളുണ്ട്. അത് വേറെ 5ഉം 10ഉം 100ഉം 200ഉം 500ഉം ഗോക്കളുള്ള ഗോശാലകൾ വേറെയുണ്ട്. ആശ്രമങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, ട്രസ്റ്റുകൾ നടത്തുന്നു, വ്യക്തികൾ നടത്തുന്നു. വീടുകളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പഞ്ചായത്തിൽ 300 നാടൻ പശുക്കൾ വീടുകളിൽ വളർത്തുന്നു. എന്തുകൊണ്ട് ഇത് നമുക്ക് കൂട്ടി കൊണ്ടുവന്ന് ഇതൊരു ജീവിത സംസ്കാരമായി കൊണ്ടുവരണം. ഒറ്റ വാക്ക്. ഇതിനു മുമ്പ് ഞാൻ 10 വർഷം മുമ്പ് നമ്മുടെ പ്രവർത്തകരുടെ യോഗത്തിൽ കൈപൊട്ടിച്ചു. ബീഫ് കഴിക്കുന്നവർ ഒന്ന് കൈപൊക്കാൻ പറഞ്ഞു. അതിലിരുന്ന 1000 പേരിൽ 85% ആൾക്കാർ ബീഫ് കഴിക്കുമായിരുന്നു. 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ 5% ഇപ്പോൾ ഉള്ളൂ. 10 വർഷം കൊണ്ട് ഈ ഗോമാംസവും ബീഫും കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. നാടൻ പശുക്കളുടെ വർധനവ് വന്നു. ഗോക്കളെ പൂജിക്കുന്ന ആരാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുവെങ്കിൽ ഇനിയും നമ്മുടെ പ്രവർത്തനം വളരെ വേഗത്തിൽ ഇനി മുന്നോട്ട് പോകും. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. വീട്ടിലെ തിരിച്ചു വരുമ്പോൾ മിന്നാമിനിങ്ങനെ തിരിച്ചു പോകില്ലേ, നമുക്കും ഈ കാര്യത്തിൽ ഒരു മിന്നാമിനായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. श्री विद्याविराज चौधरी स्वामी जी तो इस पुण्य धरा पर आप सभी को संबोधित करते हुए मुझे बहुत खुशी हो रही है. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഗുരുജി നിങ്ങളെല്ലാവരെയും സംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഗുരുജി ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. എനിക്കറിയാവുന്നതുപോലെ അത് തർജ്ജമയും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെന്ന രീതിയിൽ സഹകരിക്കണം. आज के सभा में मिनिस्टर बना गए पधारे हुए सभी अधिकारीगण, राष्ट्रीय स्वयं सेवक समिति के कार्यकर्तागण और सभी लोग प्रेमी, आप सभी के बीच आज मुझे गाय के विज्ञान पर बात करते हुए बहुत खुशी हो रही है. സദസ്സിലും വേദിയിലിരിക്കുന്ന എല്ലാവരോടും പശുവിനെ കുറിച്ചുള്ള ജ്ഞാനം സംസാരിക്കുന്നതിന് വേണ്ടി
यह जो वर्ष है यह हमारे विद्याधिराज स्वामीगंज जी के 100वां पुण्यतिथि, जिसे हम निर्वाण तिथि कहते हैं। इस निर्वाण तिथि के अवसर पर जो स्वामीगंज जी ने प्रकृति के पक्ष में कार्य किया है, उसी कार्य को आगे बढ़ाने का जो अभियान इस ट्रस्ट ने बीड़ा उठाया है, यह हमारे भारत देश के लिए और भारत के आध्यात्मिक जगत के लिए बहुत ही सुंदर कार्य होगा। സമാധി സ്ഥലമായ ഇവിടെ സ്വാമിജിയുടെ രീതികളെ ഭാരതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സ്ഥലത്ത് इस निर्वाणित वर्ष के अवसर पर स्वामी जी का जो कार्य था, पंच महाभूतों का संरक्षण और उसी से इस संपूर्ण पृथ्वी और प्रकृति का संरक्षण, इसमें गाय की बहुत बड़ी भूमिका है। പഞ്ചഭൂത സംരക്ഷണത്തിലൂടെ ഈ സമാധി സ്ഥലത്ത് പഞ്ചഭൂത സംരക്ഷണം നടത്തുന്നതിലേക്ക് പശുവിൻ്റെ വളരെ വലിയ പ്രാധാന്യം ഉണ്ട്. जैसा कि स्वामी जी ने भी कहा है, संपूर्ण पृथ्वी का शरीर पंच महाभूत के संयोग से बना हुआ है. സ്വാമിജി പറഞ്ഞിരിക്കുന്നത് സമ്പൂർണ്ണ പ്രകൃതി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. जिसमें भूमि तत्व, जल तत्व, अग्नि तत्व, वायु तत्व और आकाश तत्व है. ഭൂമി തത്വം, ജലതത്വം, വായു തത്വം, അഗ്നി തത്വം, ആകാശ തത്വം. इन 5 महाभूतों के संयोग से, कंपोजिशन से बने हुए इस संपूर्ण पृथ्वी के शरीर को गति देने के लिए प्रकृति ने 3 ऊर्जाएं दी. ഈ 5 മഹാഭൂതങ്ങളിലൂടെ സമ്പൂർണ്ണ പ്രകൃതി തത്വം നിലനിർത്തുന്നതിന് 3 മഹാഭൂതങ്ങളെ തന്നിരിക്കുന്നു. इन 3 ऊर्जाओं में शिव ऊर्जा, विष्णु ऊर्जा और ब्रह्म ऊर्जा. ഈ 3 മഹാ ഊർജമാണ് ശിവതത്വം, ബ്രഹ്മതത്വം, വിഷ്ണു തത്വം. 5 महाभूत, 3 ऊर्जा, ये सभी मिलाकर के 8 होते हैं. പഞ്ചഭൂതങ്ങളും 3 ഊർജങ്ങളും കൂടി 8 മഹാതത്വങ്ങളാണ്. इसलिए पृथ्वी के शरीर को अष्टांग शरीर भी कहते हैं. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ തത്വത്തിനെ അഷ്ടാംഗ തത്വം എന്ന് പറയപ്പെടുന്നു. इन अष्टांग तत्वों में प्राण देने का काम, यानी वेदना, संवेदना, चेतना देने का काम जो ऊर्जा करती है, उसे हम परम ऊर्जा भी कह सकते हैं. पंच महाभूत शरीरम, मूल ऊर्जा शरीरम, ऑल टुगेदर अष्टांग शरीरम. अष्टांग शरीरम को गति देने के लिए हमारे शरीर में प्राण है और यही प्राण परम ऊर्जा है. അഷ്ടാംഗ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൽ പ്രാണനാണ്. ഈ പ്രാണനെ പരം ഊർജം എന്ന് പറയുന്നു. प्राण को पंच महाभूत शरीरम, ऊर्जा शरीरम एंड प्राण सभी को मिला दे तो हमारा शरीर 9 खंडों का है. പ്രാണൻ, പഞ്ചഭൂതം, അഷ്ടാംഗ ശരീരം കൂടി നമ്മുടെ ശരീരത്തിനെ 9 ഊർജമാക്കി മാറ്റുന്നു. ये 9 का उम्मुद का जो कंपोजिशन है एंड बैलेंसिंग है, इसी के आधार पर पृथ्वी संतुलित है. ഈ 9 ഊർജങ്ങളുടെ സംയോജനം കൊണ്ട് ഭൂമി സന്തുലിതം ചെയ്യപ്പെട്ടിരിക്കുന്നു. जैसा पृथ्वी का शरीर है वैसा ही हमारा शरीर भी है और वनस्पतियों का शरीर भी है.
എങ്ങനെയാണോ പ്രകൃതിയുടെ ശരീരം അതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരവും മരുന്നുകളുടെ ശരീരവും. सभी को अगर जोड़ दें तो 84 लक्षों जीवगल वनस्पतिगल सभी का शरीर ഇത് എല്ലാം കൂടെ ചേർന്നാൽ 84 ലക്ഷം ജീവികളും മരുന്നുകളും കൂടി ഉള്ള ഒരു എനർജി. इसलिए पृथ्वी और पृथ्वी पर रहने वाले 84 लाख जीव जंतु और वनस्पतियों का शरीर, उनका हेल्थ, उनका बैलेंसिंग सब कुछ एक जैसा है. അങ്ങനെ 84 ലക്ഷം സസ്യജാലങ്ങളും ഔഷധങ്ങളും ജീവജാലങ്ങളും ചേർന്നിട്ടുള്ള सभी का एक जैसा है. ചേർന്നിട്ടുള്ള ഒന്ന് തന്നെയാണ് പ്രകൃതി. पृथ्वी शरीरम, मनुष्य शरीरम, वैर जीवगल शरीरम, वनस्पति शरीरम अल्लाह ഒരേ മതിയാണ്. പ്രകൃതി ശരീരം, മനുഷ്യ ശരീരം, മറ്റ് ജീവങ്ങളുടെ ശരീരം എല്ലാം ഒരുപോലെ. तो इन सभी का जो संतुलन है, संतुलन बनाने के लिए या इसका शुद्धिकरण करने के लिए कौन है? ഈ ശരീരങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, സന്തുലനത്തിന് വേണ്ടിയുള്ള पृथ्वी भी अपने आप में एक जीव की तरह है. तो फिर पृथ्वी का जो बॉडी है, पंच महाभूत शरीरम पृथ्वी का, भूमि जल अग्नि वायु आकाश, मनुष्य शरीरम भूमि जल अग्नि वायु आकाश, इसका बैलेंस करने के लिए क्या है? പ്രകൃതിയുടെ ശരീരമായ ഭൂമി ജലം വായു അഗ്നി ആകാശ്, മനുഷ്യ ശരീരമായ ഭൂമി ജലം വായു അഗ്നി ആകാശ്, ഇതിന്റെ ബാലൻസിങ്ങിന് വേണ്ടി इसलिए 84 लाख योनियों में एक गाय अद्भुत और अलग है. ഇതിനു വേണ്ടി 84 ലക്ഷം യോനികളിൽ അത്ഭുതമാണ് പശുവിന്റെ യോനി, പശുവിന്റെ ശരീരം. अलग इसलिए है क्योंकि गाय के शरीर से पृथ्वी का शरीर संतुलित होता है. पृथ्वी के सारे 84 लाख जीव जंतु और वनस्पतियों का शरीर संतुलित होता है. പ്രകൃതിയുടെ ശരീരം 84 ലക്ഷം മറ്റു ശരീരങ്ങളും സന്തുലനം ചെയ്യുന്നതിന് പശുവിന്റെ ശരീരം ഉപകാരപ്പെടും. इसीलिए हमारे शास्त्रों में कहा है कि गाय मात्र मनुष्य के लिए नहीं बल्कि संपूर्ण पृथ्वी के संतुलन के लिए जरूरी है. അതുകൊണ്ട് തന്നെ പശു മനുഷ്യ ശരീരത്തിന്റെ സന്തുലനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, സമ്പൂർണ്ണ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പശുവിന്റെ ശരീരം. इसीलिए पृथ्वी पर जितने भी जीव जंतु और वनस्पति हैं उनमें गाय को देखने का दृष्टि हमारा अलग है. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ എത്ര തരം ജീവജാലങ്ങൾ, ജന്തു ശരീരങ്ങളെല്ലാം ഉണ്ടോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പശുവിന്റെ ശരീരത്തിനെ കാണേണ്ടത്. इसे हम एक सूत्र के माध्यम से भी समझ सकते हैं. ഇതിനെ നമ്മൾക്ക് ഒരു സൂത്രത്തിന്റെ രീതിയിൽ കാണാം. यह जो सूत्र है मूलतः अथर्ववेद से लिया हुआ है. അഥർവവേദം ഈ സൂത്രത്തിന്റെ പേര്. अथर्ववेद में बहुत सारे ऐसे सूत्र हैं जिनको आज मॉडर्न साइंस में फॉर्मुलेशंस कह सकते हैं, जिसमें गाय को परिभाषित किया गया है यानी डिफाइन किया गया है. അഥർവവേദത്തിന്റെ ശാസ്ത്രമാണ് സയൻസിൽ ഇന്ന് एक सूत्र है जिसको हम गौ नमस्कार भी कहते हैं. इस गौ नमस्कार सूत्र में गाय का पूरा डिफिनीशन है. പശു നമസ്കാര സൂത്രത്തിൽ പശുവിന്റെ സമഗ്രമായ തിയറി പറഞ്ഞിട്ടുണ്ട്. यह सूत्र है नमो गोभ्यः श्रीमतेभ्यः. നമോ ഗോഭ്യ ശ്രീമതേഭ്യ सौरभ्येभ्यः एव च. സൗരഭ്യേഭ്യ ഏവ ച.
इस सूत्र में सबसे इंपॉर्टेंट है सौर भेद्य ये बचा। ഈ മന്ത്രത്തിൽ ഏറ്റവും പ്രധാനമാണ് സൗരഭേയഭ്യ ഏവച. इसका अर्थ होता है कि यह जो गाय है यह सूर्य की रिप्रेजेंटेटिव है, सूर्य की प्रतिनिधि है. ഇതിന്റെ അർത്ഥമാണ് പശു സൂര്യന്റെ പ്രതിനിധിയാണ്. इसलिए सूर्य से जितना कुछ हमें मिलता है सब कुछ हमें गौवंश से भी मिलता है. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടുന്നു അതെല്ലാം പശുവർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. मूलतः सूर्य से हमें 9 चीजें मिलती है. സൂര്യനിൽ നിന്ന് നമ്മൾക്ക് 9 വസ്തുക്കൾ കിട്ടുന്നു. 9 में एक सूर्य की किरण है, उस किरणों में 7 रंग हैं. 9-ൽ ഒന്നാണ് സൂര്യന്റെ രശ്മികൾ. അതിൽ 9 നിറങ്ങളുണ്ട് സൂര്യരശ്മികളിൽ. नहीं 7 से 7 നിറങ്ങളുണ്ട്. सूर्य की किरणों में 7 रंग हैं. ये 7 रंग 7 ऊर्जा के प्रतीक हैं. ഈ 7 നിറങ്ങൾ 7 ഊർജത്തിന്റെ പ്രതീകങ്ങളാണ്. इसी 7 ऊर्जा से पृथ्वी का शरीर का बैलेंसिंग, हमारे शरीर का बैलेंसिंग, प्लांट्स का बैलेंसिंग और सभी का बैलेंसिंग होता है. ഈ 7 നിറങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിന്റെ ബാലൻസിങ്, പ്രകൃതിയുടെ ബാലൻസിങ്, അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ബാലൻസിങ് 7 നിറങ്ങൾ കൊണ്ട് നടത്തുന്നു. लेकिन सूर्य से 2 और किरणें निकलती है. इन 7 किरणों को देख सकते हैं. This 7 color of the sunlight, it is visible, we can see that. लेकिन 2 किरणें हैं सूर्य से जो visible नहीं है. 7 കിരണങ്ങൾ നമ്മൾ കാണുന്നു, നമുക്ക് കാണാൻ കഴിയുന്നതാണ് 7 നിറങ്ങൾ. ഇനി 2 നിറങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്തതുണ്ട്. അങ്ങനെ 9 എനർജി സൂര്യനിൽ നിന്ന് വരുന്നു. 2 ऊर्जा विजिबल नहीं है, उसमें एक का नाम है प्रज्ञा ऊर्जा. 2 ഊർജം നമുക്ക് കാണാൻ കഴിയാത്തതാണ്. അതിൽ ഒന്നിന്റെ പേരാണ് പ്രജ്ഞാ ഊർജം. और दूसरी ऊर्जा का नाम है क्रिया ऊर्जा. അടുത്തതിന്റെ പേരാണ് ക്രിയാ ഊർജം. ये 2 ऊर्जाएं बहुत ही महत्वपूर्ण हैं और इन्हीं 2 ऊर्जाओं से संपूर्ण पृथ्वी और पृथ्वी के जीव जगत, वनस्पति जगत को प्राण शक्ति मिलता है. ഈ 2 ഊർജം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 ഊർജം കൊണ്ട് സമ്പൂർണ്ണമായിട്ടും പ്രകൃതിയുടെയും ഔഷധങ്ങളുടെയും ഊർജത്തെ പരിപാലിക്കുന്നു. गाय, गौमाता और अश्व, इस पूरे 84 लाख योनि में गौमाता और अश्व 2 ही जीव ऐसे हैं जो प्रज्ञा ऊर्जा और क्रिया ऊर्जा को खींच सकते हैं. ഈ 84 ലക്ഷം യോനികളിലുള്ള ഊർജങ്ങളിൽ ഈ 2 ഊർജമാണ്, നമ്മൾക്ക് കാണാൻ കഴിയാത്ത 2 ഊർജമാണ് ഇതിന്റെ സമ്പൂർണമായ നിലനിൽപ്പിനെ ബാധിക്കുന്നത്. एक अश्व और एक गाय. അതിലൊന്ന് പശു, ഒന്ന് അശ്വം, 2 ഈ 2 ജീവജാലങ്ങളാണ് ഈ 2 ഊർജത്തെയും പ്രകൃതിയിൽ സ്വീകരിക്കുന്നത്. गाय और अश्व को अगर हम कंपेयर करते हैं तो गाय जो है प्रज्ञा ऊर्जा और क्रिया ऊर्जा का 80% ऑब्जर्व कर सकती है, लेकिन हॉर्स केवल 20% ही ले सकता है. അതിൽ തന്നെ പശു ഈ 2 ഊർജത്തിന്റെ 80% സ്വീകരിക്കുകയും അശ്വം കുതിര 20% സ്വീകരിക്കുകയും ചെയ്യും. तो इन दोनों को कंपेयर करके देखें तो अश्व और गाय में गाय ज्यादा महत्वपूर्ण है. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ കുതിരയ്ക്കും പശുവിനാണ് വളരെ മഹത്വമുള്ളത്. इसलिए हमने गाय पर कुछ रिसर्च का काम करने का सोचा. അതുകൊണ്ടാണ് ഗുരുജി പശുവിൽ റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചത്. लगभग पिछले 25 वर्षों से गाय पर जो मैं काम कर रहा हूँ और जो उसका मेरा एक्सपीरियंस है, अनुभव है, केवल इस अनुभव को आज मैं शेयर करूँगा. കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഗുരുജി പശുവിന്റെ കാര്യത്തിൽ റിസർച്ചുകൾ നടത്തിയതിൽ നിന്നുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. जितना भी मनुष्य है और मनुष्य की जो क्रियाएं हैं, ये सभी से
पंच महाभूत का पॉल्यूशन होता है। ഇത്രയും മനുഷ്യരുടെ ജീവിതത്തിൽ പഞ്ചഭൂതങ്ങളുടെ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. मनुष्य के क्रियाकलाप से सॉइल एलिमेंट पॉल्यूटेड होता है, वाटर एलिमेंट का पॉल्यूशन होता है, फायर एलिमेंट का पॉल्यूशन होता है, एयर एलिमेंट का पॉल्यूशन होता है, स्काई एलिमेंट का पॉल्यूशन होता है। सो हमारे द्वारा, मनुष्य के द्वारा ऑल एक्टिविटीज, जितना भी विकास का है, डेवलपमेंट के काम है, सभी डेवलपमेंट के काम से हमारे पृथ्वी का 5 कंपाउंड एलिमेंट पॉल्यूटेड होता है। നമ്മളുടെ നിലനിൽപ്പിന് ആധാരമായ 5 ഭൂതങ്ങളിൽ 5 ഭൂതങ്ങളും പൊല്യൂട്ടഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. പൊല്യൂട്ടഡ് ആണ്. ഭൂമി തത്വം പൊല്യൂട്ടഡ് ആണ്, എയർ പൊല്യൂട്ടഡ് ആണ്, ജലതത്വം പൊല്യൂട്ടഡ് ആണ്. എല്ലാ തത്വങ്ങളും 5 തത്വങ്ങളും ഇന്ന് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു. अगर ये पॉल्यूशन तेज गति से बढ़ता रहा तो एक दिन पृथ्वी का लाइफ खत्म हो जाएगा। ഈ പൊല്യൂഷൻ ഇങ്ങനെ ഈ സ്പീഡിൽ വളർന്നുകൊണ്ടിരുന്നാൽ പ്രകൃതിയുടെ അവസ്ഥ തീരുന്നതായി മാറുന്നതായി. इसलिए पृथ्वी के 5 तत्वों का एलिमेंट्स का प्यूरिफिकेशन जरूरी है। അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ ഈ 5 തത്വങ്ങളുടെയും പ്യൂരിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. गाय अकेली जीव है जो पृथ्वी के 5 तत्वों का प्यूरिफिकेशन करती है। പശു ഒരൊറ്റ ജീവനേ ഉള്ളൂ പ്രകൃതിയുടെ പ്യൂരിഫിക്കേഷൻ നടത്താൻ കഴിയുന്ന ഒരേ ഒരു ജന്മം പശു മാത്രമാണ്. पशु से हमें 3 चीजें मिलती है। मून आइटम നമുക്ക് കഴിക്കുന്ന പശു, പശുവിൽ നിന്ന് നമ്മൾക്ക് 3 വസ്തുക്കൾ ലഭ്യമാണ്. സാനം, ഗോമയം ചാണകം, മൂത്രം, ഗോമൂത്രം, ക്ഷീരം, പാല്. 3 चीजें मिलती है। ഈ 3 വസ്തുക്കൾ നമ്മൾക്ക് പശുവിൽ നിന്ന് ലഭ്യമാണ്. इन तीनों का केमिकल एनालिसिस मैंने किया है। ഈ 3 വസ്തുക്കളുടെയും കെമിക്കൽ അനാലിസിസ് നടത്തിയിട്ടുണ്ട് ഗുരുജി. सो फर्स्ट मैं सानम पर बात करूंगा कि सानम का केमिकल एनालिसिस में हमें क्या मिला। ആദ്യമായി ചാണകത്തിന്റെ കെമിക്കൽ നടത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയും. गाय का शरीर ऐसा है कि घूमते हुए सब गंदे सड़े गले हुए चीजों को खाती है। പശുവിന്റെ ശരീരം എങ്ങനെയാണ്? ഈ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഏത് തരമുള്ള അളിഞ്ഞതോ പുളിഞ്ഞതോ വെച്ചിലകളോ ഒക്കെ കഴിക്കും. मैं केरल के सब्जी मंडी में नहीं गया हूँ, लेकिन हमारा तमिलनाडु का जो सब्जी मंडी है, कभी आप तमिलनाडु विजिट करने से या दिल्ली विजिट करने से या नॉर्थ का किसी स्टेट का वेजिटेबल मार्केट आप जब विजिट करेंगे तो वेजिटेबल मार्केट में बहुत सारा गाय और नंदी मिलेगा। ഗുരുജി, കേരളത്തിലെ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ടില്ല, പക്ഷേ ഡൽഹി, തമിഴ്നാട് മുതലായ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പശുക്കളും കാളകളെയും കാണാൻ പറ്റും. वो पशु क्या खाता है? तो जो खराब सब्जी है उसको खा करके वो सरवाइव करते हैं। അവിടുത്തെ പശുക്കളെല്ലാം ഈ കേടുവന്ന പച്ചക്കറി സാധനങ്ങൾ തിന്നാണ് ജീവിക്കുന്നത്. ऐसे गाय के सानम का केमिकल एनालिसिस हमने किया। അങ്ങനെയുള്ള പശുവിന്റെ ചാണകത്തിന്റെ കെമിക്കൽ അനാലിസിസ് നടത്തി. ऐसे गाय का सानम का केमिकल एनालिसिस बताता है कि उसका जो सानम है इट इज प्योर सॉइल। അങ്ങനെയുള്ള പശുവിന്റെ ചാണകം പ്യുവർ സോയിൽ, പ്യുവർ മണ്ണാണ്, പ്യുവർ ഭൂമി തത്വമാണ്. ये मैं कैसे कह सकता हूँ? तो मिट्टी का केमिकल एनालिसिस जब हम करते हैं तो पाते हैं कि मिट्टी में 33 एलिमेंट्स का कंपोजिशन है। മണ്ണിന്റെ കെമിക്കൽ അനാലിസിസ് നടത്തിയതിൽ 83 എലിമെന്റ്സ് കണ്ടെത്താൻ കഴിയും ഭൂമി മണ്ണിൽ. सानम का जब आप केमिकल एनालिसिस करोगे यू विल फाइंड द सेम 33 एलिमेंट कंपोजिशंस। ചാണകം കെമിക്കൽ അനാലിസിസ് നടത്തിയപ്പോൾ അതേപോലെ തന്നെ 33 എലിമെന്റ്സ് ചാണകത്തിൽ കണ്ടെത്താൻ കഴിയും.
this experiment proved that Gau Mata Sanam is the pure soil element. ഈ പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഇത് മനസ്സിലായി, പശുവിൻ ചാണകം ഭൂമി തത്വം തന്നെയാണ്. इसका एक दूसरा भी एक्सपेरिमेंट हमने किया. टोटल बैरन लैंड जहां एक घास भी नहीं उगता है. വേറെ ഒരു ടെസ്റ്റ് നടത്തി, മരുഭൂമിയിലെ ഭൂമി ടെസ്റ്റ് ചെയ്തു. ऐसा भूमि में गौ माता का सानम मिक्स करने के बाद जब फार्मिंग शुरू किया तो टॉप क्वालिटी का कल्टीवेशन होता है. മരുഭൂമിയിൽ നാടൻ പശുവിന്റെ ചാണകം മിക്സ് ചെയ്ത് കൃഷി തുടങ്ങിയപ്പോൾ ടോപ്പ് ക്വാളിറ്റി ഭൂമിയായി മാറി. ये प्रूव करता है कि गाय का जो सानम है, इस सानम इज द प्यूरिफिकेटर ऑफ द सॉइल एलिमेंट. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പശുവിന്റെ ചാണകം മണ്ണിനെ ശുദ്ധീകരിക്കുന്നതാണ്. इसी प्रकार गाय का दूसरा जो गव्य है गौमूत्र. ഇതേപോലെ അടുത്ത ഒരു ഗവ്യമാണ് പശുവിൻ മൂത്രം, ഗോമൂത്രം. गौमूत्र का जब हमने केमिकल कंपोजिशंस को निकाला, केमिकल एनालिसिस करने के बाद तो पाया कि इसमें पृथ्वी के ग्रेविटी में जितने ऑक्साइड्स हैं सारे ऑक्साइड गौमूत्र में. ഇതേപോലെ തന്നെ ഗോമൂത്രം കെമിക്കൽ അനാലിസിസ് ചെയ്തപ്പോൾ പ്രകൃതിയിൽ എത്ര ഓക്സൈഡ്സ് ഉണ്ടോ അത് മൊത്തം ഗോമൂത്രത്തിലുമുണ്ട്. इसका अर्थ है कि गौमूत्र में सभी तरह के वायु का समावेश है. ഇതിന്റെ അർത്ഥം ഗോമൂത്രത്തിൽ വായു തത്വം പൂർണ്ണമായിട്ടും അടങ്ങിയിരിക്കുന്നു. So Gaumutra is a purificator of the air element. അതുകൊണ്ട് തന്നെ എയറിനെ ശുദ്ധീകരിക്കാൻ ഗോമൂത്രത്തിന് കഴിയും. गौमूत्र दिखने में जलम की तरह लगता है, लेकिन as a nature गौमूत्र is the pure air element. ഗോമൂത്രം കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കുമെങ്കിലും അതിന്റെ സ്വഭാവം വായുവാണ്, വായു തത്വമാണ്. इसलिए वायु का शुद्धिकरण ये गौमूत्र करती है. അതുകൊണ്ട് തന്നെ വായുവിന്റെ ശുദ്ധീകരണത്തിന് ഗോമൂത്രം ഉപയോഗിക്കണം. और तीसरा गव्य मिलता है, मूनावत गव्य, वो है क्षीरम. മൂന്നാമത്തെ ഗവ്യമാണ് പശുവിൽ നിന്ന് കിട്ടുന്നത് ക്ഷീരം, പാല്. हाँ, जिसको हम पाल भी कहते हैं. ये पाल में बहुत सारे मिनरल्स हैं, जो मिनरल्स हमारे शरीर के लिए उपयोगी है. ഈ പാലിൽ വളരെയധികം മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് നമ്മുടെ ശരീരത്തിന് വളരെ ഉപയോഗമുള്ളതാണ്. According to modern medical science, इसमें 16 types of minerals है. മോഡേൺ മെഡിക്കൽ തന്നെ 60 ടൈപ്പ് കെമിക്കൽസിനെ കുറിച്ച്, മിനറൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. 16 സൈസ്, 16 types of minerals इसमें है. ये सारे 16 types of minerals it is useful for the human body. ഈ 16 മിനറൽസും മനുഷ്യ ശരീരത്തിൽ യൂസ് ചെയ്യുന്നതാണ്. तो जो पाल है वो वाटर एलिमेंट है, शुद्ध जल तत्व है. അതുകൊണ്ട് തന്നെ പാല് ശുദ്ധമായ ജലതത്വമാണ്. 86% शुद्ध जल तत्व इसमें है. 86% ശുദ്ധ ജലതത്വമാണ് പാല്. तो पृथ्वी का जो वाटर प्यूरिफिकेशन है वो इसके माध्यम से होता है. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ജലതത്വത്തെ ശുദ്ധീകരിക്കാൻ പാല് ഉപയോഗപ്പെടുന്നു. अब 2 एलिमेंट बच गया, फायर एलिमेंट और स्काई एलिमेंट. ഇനി 2 തത്വങ്ങൾ ബാക്കിയാണ്, അഗ്നി തത്വവും ആകാശ തത്വവും. इसी अग्नि तत्व आकाश तत्व को खोज करने के लिए सतयुग काल में एक बहुत बड़ा एक्सपेरिमेंट हुआ. ഈ അഗ്നി തത്വത്തിന് വേണ്ടിയിട്ട് സത്യുഗ കാലഘട്ടത്തിൽ നടത്തിയ ഒരു പരീക്ഷണമാണ് ഉണ്ടായി. इस परीक्षण का नाम है क्षीर सागर मेरु पर्वत का मंथन की क्रिया. ഇതാണ് പാല് ഒഴിച്ച് क्षीर सागर मेरु पर्वत मंथन क्रिया, समुद्र मंथन क्रिया. നമ്മുടെ സമുദ്രം കടഞ്ഞെടുത്തല്ലോ, പാലാഴി കടഞ്ഞെടുത്ത കഥയില്ലേ, അതേപോലെ പാല് കടഞ്ഞെടുക്കുന്ന ക്രിയ. Actually that experiment
they have built our ancient people to find the fire element and the sky element into the Kshiram. ഇതിൽ നിന്ന് തന്നെ വേർതിരിച്ച് കടഞ്ഞെടുത്തപ്പോൾ വന്നതാണ് രണ്ട് തത്വങ്ങൾ, ഒന്ന് അഗ്നി തത്വവും ഒന്ന് ആകാശ തത്വവും. उस एक्सपेरिमेंट का फर्स्ट पार्ट था पाल कन्वर्ट इनटू दही. അതിന്റെ ആദ്യത്തെ തത്വമാണ് പാലിനെ തൈരാക്കി മാറ്റുന്നു. दही में मंथन की क्रिया क्लॉकवाइज एंटी क्लॉकवाइज. തൈര് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കടയുമ്പോൾ और उसका स्पीड कितना तो हैंड आरपीएम, दैट इज लेस देन 100 रिवोल्यूशंस पर मिनट. അത് കടയുന്നതിനുണ്ട് കാര്യങ്ങള്. ഒരു മിനിറ്റിൽ 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കടയണം. 100 से कम ही, लेस देन 100. 100-നകത്ത്, 100 വെളിയിൽ പോലും ഒത്തിരി സ്പീഡ് കൂടരുത്, വളരെ സ്പീഡ് 100-നകത്തായിരിക്കണം ഒരു മിനിറ്റിൽ. Approximately it's 40 to 60 revolutions per minute. അത് നല്ല കണക്ക് 40 തൊട്ട് 60 പ്രാവശ്യം വരെ ആയിരിക്കണം ഒരു മിനിറ്റിൽ. आपको ये जानकर आश्चर्य होगा कि जब दही में हम क्लॉकवाइज एंटी क्लॉकवाइज 40 टू 60 रेवोल्यूशंस पर मिनट करते हैं तो दही के प्रोटॉन्स आफ्टर बम्बार्डमेंट टूट जाते हैं. നമ്മളങ്ങനെ 40 തൊട്ട് 60 പ്രാവശ്യം വരെ ഒരു മിനിറ്റിൽ അങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസിൽ അതിനെ തിരിക്കുമ്പോൾ ഈ തൈരിലുള്ള എല്ലാ ഘടകങ്ങളും വേർതിരിയുന്നു. इसको साइंटिफिकली अगर कहो तो बम्बार्डमेंट ऑफ द प्रोटॉन्स ऑफ द तई का प्रोटॉन्स हैंड आरपीएम पर बस्ट होता है. बस्ट होने के बाद फायर एलिमेंट बाहर निकलता है. ഈ തൈരിലെ പ്രോട്ടോൺസ് ഈ പറയുന്ന 40, 20, 60 റേഷ്യോയിൽ കടയുമ്പോൾ ഇതിലെ ഫയർ എലിമെന്റ് അതായത് അഗ്നി തത്വം വേർതിരിയുന്നു. तो फायर एलिमेंट वाटर एलिमेंट ऑल टुगेदर ये जो वेन्ने है, वेन्ने इज द कंपोजिशन ऑफ 50% फायर एलिमेंट एंड 50% वाटर एलिमेंट. ഈ വെണ്ണ അഗ്നി തത്വം അല്ല, അതിൽ 50% ജലതത്വവും 50% അഗ്നി തത്വവും കൂടിയതാണ് വെണ്ണ. इसी वेन्ने को जब हम हीट करते हैं तो हीट करने के बाद वाटर एलिमेंट एवेपोरेट हो जाता है एंड एट लास्ट फाइनल वी गेट द नेई, दैट इज द प्योर फायर एलिमेंट. ഈ വെണ്ണയെ നമ്മൾ ചൂടാക്കുമ്പോൾ അതിലുള്ള 50% ജലം ബാഷ്പീകരിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ശുദ്ധമായ അഗ്നി തത്വമായ നെയ്യ്. ये जो नेई है ये प्योर फायर एलिमेंट और इसको मॉडर्न साइंस की भाषा में कहें तो प्योर लिक्विड हाइड्रोजन. ഈ നെയ്യ് ഇപ്പോഴത്തെ മോഡേൺ സയൻസ് പ്യുവർ ലിക്വിഡ് ഹൈഡ്രജൻ ആയി കണ്ടെത്തിയിരിക്കുന്നു. Same hydrogen blast into the sun and release the sunlight. यदि पृथ्वी से गाय पूरी तरह समाप्त हो जाती है, ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും പശു ഇല്ലാതെ ആയാൽ तो क्या होगा? എന്ത് സംഭവിക്കും? Purification of soil element, purification of water element, purification of fire element, purification of air element, purification of sky element stop हो जाएगा. ഭൂമി ശുദ്ധീകരണം, ജലശുദ്ധീകരണം, വായു ശുദ്ധീകരണം, അഗ്നി ശുദ്ധീകരണം ഇതെല്ലാം ഇല്ലാണ്ടാവും പശു ഇല്ലാതെ. सभी स्टॉप हो जाने से स्लो पृथ्वी का बैलेंस खराब होकर पृथ्वी पर प्रलय आ जाएगा. ഇങ്ങനെ ഈ പശു ഇല്ലാതെ വന്നാൽ ഭൂമിയുടെ എല്ലാ ഇതും പതുക്കെ ഇല്ലാണ്ടായിട്ട് ഭൂമിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. इसलिए पृथ्वी को अगर बचाना है, मदर अर्थ को अगर बचाना है तो पशु को बचाना पड़ेगा. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ രക്ഷിക്കണമെങ്കിൽ പശുവിനെ രക്ഷിച്ചേ പറ്റൂ, പശുവിനെ നിലനിർത്തിയേ പറ്റൂ. और ऐसे ही यदि हमारे शरीर को बचाना है, क्योंकि हमारा शरीर भी कंपोजिशन ऑफ द 5 कंपाउंड एलिमेंट, तो 5 कंपाउंड एलिमेंट को यदि बचाना है तो गाय को बचाना पड़ेगा. അങ്ങനെ തന്നെ നമ്മുടെ ശരീരം 5 തത്വങ്ങളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 തത്വങ്ങളാൽ നിലനിൽക്കുന്ന ശരീരത്തിനെ ശുദ്ധീകരിച്ച് രക്ഷിക്കണമെങ്കിൽ പശുവിനെ രക്ഷിച്ചേ പറ്റൂ. हमारा बॉडी का जो फिजिकल पार्ट है दैट इज द कंपोजिशंस ऑफ द सानम, मूत्रम एंड क्षीरम. നമ്മളുടെ ശരീരത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ ചാണകം, മൂത്രം, പാല്
इसलिए हमारे बॉडी का प्यूरिफिकेशन एंड बैलेंसिंग टोटल बायोटिकली अगर कोई कर सकता है तो गाय का गव्य ही कर सकता है. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിന്റെ ശുദ്ധീകരണം ബയോട്ടിക് ആയിട്ട് നടക്കണമെങ്കിൽ പശുവിന്റെ ഗവ്യങ്ങളാലേ നടക്കുള്ളൂ. इसका हमने ह्यूमन बॉडी के ऊपर, प्लांट्स के ऊपर, बर्ड्स के ऊपर और बहुत सारे एनिमल के ऊपर इसका परीक्षण करके देखा है. ഈ പരീക്ഷണങ്ങളെല്ലാം മനുഷ്യന്റെ പുറത്തും ജീവജാലങ്ങളുടെ പുറത്തും പശുവിന്റെ പുറത്തും എല്ലാം ഗുരുജി നടത്തിയിട്ടുണ്ട്. उदाहरण के लिए फॉर एग्जांपल हमारा बॉडी में 22% सॉइल एलिमेंट है. ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിൽ 22% ഭൂമി തത്വമുണ്ട്. ये 22% सॉइल एलिमेंट अगर खराब होता है, बैलेंस अगर इसका खराब होता है, पॉल्यूटेड होता है, तब हमको मेडिसिन चाहिए. क्या मेडिसिन चाहिए? प्योर सॉइल एलिमेंट. ഈ 22% നമ്മുടെ ശരീരത്തിൽ ബാലൻസ് തെറ്റുമ്പോൾ നമുക്ക് മരുന്ന് വേണം. ആ മരുന്ന് പ്യുവർ ഭൂമി തത്വമാണ് വേണ്ടത്. ये प्योर भूमि तत्व कहाँ मिलेगा? ഈ പ്യുവർ ഭൂമി തത്വം എവിടെ നിന്ന് കിട്ടും? कहीं नहीं मिल सकता. എങ്ങും കിട്ടത്തില്ല പ്യുവർ ഭൂമി തത്വം. लेकिन गाय के पास मिल सकता है. പശുവിന്റെ അടുത്ത് കിട്ടും. पशु का सानम में मिल सकता है. പശുവിന്റെ ചാണകത്തിൽ കിട്ടും. और पशु कुछ भी खाने दो, पशु कुछ भी खाने दो, गला सड़ा कुछ भी खाने दो, उसका बॉडी में डाइजेस्ट होने के बाद जब वो निकलेगा तो इट विल कन्वर्ट इनटू द प्योर सॉइल. പശു എന്ത് തന്നെ തിന്നാലും, അളിഞ്ഞതോ പഴകിയതോ എന്ത് ഉണങ്ങിയതോ എന്ത് തന്നെ തിന്നാലും അത് പശുവിന്റെ ശരീരത്തിൽ ദഹനം കഴിഞ്ഞ് കിട്ടുന്ന ചാണകം ശുദ്ധ ഭൂമി തത്വമായി. इसलिए हमने एक्सपेरिमेंट क्या किया, काईकरी मंडी में कचरा खाने वाली गाय के गोबर पर एक्सपेरिमेंट करके देखा. ഇതിന്റെ പരീക്ഷണം നടത്താൻ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ അളിഞ്ഞതൊക്കെ തിന്നുന്ന പശുവിന്റെ ചാണകം വരെ ടെസ്റ്റ് ചെയ്ത് നോക്കി. वो प्योर सॉइल एलिमेंट था. അത് പൂർണ്ണമായിട്ടും ശുദ്ധമായ ഭൂമി തത്വമാണ്. यदि हमारे बॉडी का सॉइल एलिमेंट का बैलेंस खराब हो जाता है तो वी गॉट सम स्पेसिफिक प्रॉब्लम लाइक स्पाइनल कॉर्ड का प्रॉब्लम, बैकबोन का प्रॉब्लम, नी का प्रॉब्लम. दीज आर द प्रॉब्लम. ये सब प्रॉब्लम क्यों होता है? डिफिशियंसी ऑफ सॉइल एलिमेंट और अनबैलेंसिंग ऑफ द सॉइल एलिमेंट. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള നടുവിന്റെ പ്രശ്നം, നട്ടലിന്റെ പ്രശ്നം, അങ്ങനെയുള്ള പല തരത്തിലുള്ള ഭൂമി തത്വത്തിന്റെ ബാലൻസ് തെറ്റിയ അസുഖങ്ങൾക്ക് പ്രധാനമായും ബയോട്ടിക് ഔഷധം പശുവിന്റെ ചാണകമാണ്. तो ऐसे मरीज को हमने मेडिसिन के रूप में पशु का सानम खिलाया. അങ്ങനെയുള്ള രോഗികൾക്ക് മരുന്നിന്റെ രൂപത്തിൽ പശുവിന്റെ ചാണകം കഴിപ്പിച്ചു. उसमें बहुत सारे मरीजों का, किसी का 50%, किसी का 60%, किसी का 80% और कुछ मरीजों का 100% प्रॉब्लम क्योर हुआ. 50%, 60%, 80%, 100% വരെ ഭൂമി തത്വത്തിന്റെ അസുഖങ്ങൾ മാറിയതായിട്ട് കണ്ടിട്ടുണ്ട്. क्या आप गाय का कच्चा गोबर खा सकते हैं? അങ്ങനെ നാടൻ പശുവിന്റെ പച്ച ചാണകം തിന്നാൻ പറ്റുമോ? कितने लोग खा सकते हैं? हाथ उठाना. ആർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നവർ കൈവക്കുക. 2-3 लोग खा सकते हैं. सेम प्रॉब्लम आई गॉट. यही प्रॉब्लम मुझे हुआ कि जब मैंने लोगों को एज ए मेडिसिन कच्चे सानम उसको खाने के लिए, तो लोगों ने कुछ खाया, कुछ ने मना कर दिया. അതുകൊണ്ട് തന്നെ ഈ പച്ച ചാണകം തിന്നുന്നത് ഇപ്പൊ ഇവിടെ 3 പേരെ കൈ പൊക്കിയുള്ളൂ. ഇപ്പൊ ഇത്ര ആളുകളുണ്ട്, അവരെല്ലാം ഇത് തിന്നാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. तो पच्चे सानम साफ भक्षणों पर ഇത് പച്ച ചാണകം പച്ചയ്ക്ക് തിന്നാൻ പറ്റത്തില്ല. इसीलिए पच्चे सानम को एज ए मेडिसिन कन्वर्सन करने का आइडिया मेरे दिमाग में आया. അതുകൊണ്ട് തന്നെ ഈ പച്ച ചാണകത്തിനെ മരുന്നാക്കി മാറ്റാനുള്ള മാർഗം സ്വീകരിച്ചു. तो हमने क्या किया, पच्चे सानम को सनलाइट में रख करके विरली बनाया. പച്ച ചാണകത്തിനെ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട് അത് വരളിയാക്കി ഉണക്കിയെടുത്തു. फिर वर्ली का पाउडर किया, चूर्णम बनाया. ഈ വരളിയെ പൊടിച്ച് പൊടിയാക്കി. चूर्णम खाने के लिए दिया तो ज्यादा लोगों ने एक्सेप्ट किया, लेकिन कुछ लोगों ने सुनकर कहा ये सानम है, मैं नहीं खा सकता. പൊടി കൊടുത്തപ്പോ കുറച്ചു പേര് തിന്നാൻ തയ്യാറായി, കുറെ പേര് അത് മണപ്പിച്ചിട്ട് ഇത് ചാണകമാണ്, എന്നെ കൊണ്ട് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു. तो ये भी पूरा सक्सेस नहीं हुआ.
അങ്ങനെ അത് പൂർണ്ണമായിട്ടും എല്ലാവരും സ്വീകരിക്കാത്തത് കൊണ്ട് സക്സസ് ആയില്ല. लेकिन जिसने वेरली का चूरन खाया उसको अच्छा फायदा हुआ, रिजल्ट अच्छा मिला. ആർക്കാണോ ഈ ഉണക്കി പൊടിച്ച പൊടി കഴിച്ചത് അവർക്ക് നല്ല ഫലമുണ്ടായി, റിസൾട്ട് ഉണ്ടായി. तो हमें लगा कि इसका और प्यूरिफिकेशन करना चाहिए. അതുകൊണ്ട് ഗുരുജിക്ക് തോന്നി ഇനി ഇത് പ്യൂരിറ്റി ആക്കണം. तो हमने वेरली को फायर किया, जला दिया. അതുകൊണ്ട് വരളിയെ കത്തിച്ചു. जलाने के बाद उसका भस्मम बना दिया. അതിന്റെ ഭസ്മം ഉണ്ടാക്കി എടുത്തു. अब भस्मम दिया तो बहुत वाइडली एक्सेप्टेबल हुआ. ആ ഭസ്മം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ज्यादा लोगों ने भस्म का सेवन किया. കുറെ പേര് ഭസ്മം കഴിച്ചു. लेकिन उसमें भी कुछ एक दो लोगों ने ऐस खाने के लिए मना कर दिया. എന്നിട്ടും കുറച്ച് പേര് ചാരം തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു. तो हमें लगा कि भस्म का भी और प्यूरिफिकेशन करना चाहिए. അതുകൊണ്ട് ഗുരുജി വിചാരിച്ചു ഈ ഭസ്മത്തിനെ പിന്നെയും പ്യൂരിറ്റി ആക്കണം. तो हमने क्या किया कि भस्म को वेलम में डालकर घोल दिया. ഭസ്മം വെള്ളത്തിൽ കലക്കി. कुछ देर में भस्म वेलम में नीचे बैठ गया. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഈ ഭസ്മം താഴെ അടിഞ്ഞു. और ऊपर का पानी एज ए मेडिसिन उसको दिया. ആ തെളിഞ്ഞ വെള്ളം മരുന്നായിട്ട് കൊടുത്തു. सबने एक्सेप्ट कर लिया എല്ലാവരും സ്വീകരിച്ചു. और सबको फायदा हुआ. എല്ലാവർക്കും അതിന്റെ ഫലവും ഉണ്ടാവാൻ തുടങ്ങി. तो ये कई स्टेप हो गए. पच्चेसानम भक्षणम, पच्चेसानम जूस भक्षणम, पच्चेसानम वर्ली पाउडर भक्षणम, भस्म भक्षणम एंड भस्म वेलम भक्षणम. सभी का जब हमने कंपेयर करके दिया कि बेस्ट रिजल्ट कौन देता है, അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടെത്തി. പച്ചച്ചാണകം കൊടുത്തു, കുറച്ച് പേര് കഴിച്ചു. പിന്നെ അതിന്റെ ജ്യൂസ് കൊടുത്തു, അത് കുറച്ച് പേര് കഴിച്ചു. പിന്നെ ഉണക്കി പൊടിച്ച പൊടി കൊടുത്തു, അത് കുറച്ച് പേര് കഴിച്ചു. പിന്നെ കത്തിച്ച ഭസ്മം കൊടുത്തു, അത് കുറച്ച് പേര് കഴിച്ചു. ഭസ്മം കലക്കി കഴിച്ച വെള്ളം എല്ലാവരും കഴിച്ചു. അതിൽ ഏറ്റവും നല്ല റിസൾട്ട് വന്നത് तो हमें सरप्राइज हुआ कि सबसे टॉप रिजल्ट भस्म वेलम का हुआ. ഈ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അത്ഭുതം ഉണ്ടായത് ഭസ്മജലത്തിനാണ് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടായത്. और तब से हम लोग गाय के सानम का भस्म का मार्केटिंग करते हैं. അങ്ങനെ അന്നേരം തൊട്ട് പശുവിന്റെ ഭസ്മത്തിന്റെ മാർക്കറ്റിംഗ് തുടങ്ങി. और हमारा पंचगव्य मेडिसिन लिस्ट में सबसे टॉप नाम होता है. പഞ്ചഗവ്യ മരുന്നുകളിൽ ഏറ്റവും വലിയ പേരുണ്ടായിരിക്കുന്നത് ഭസ്മത്തിനാണ്. इसके बाद जब भस्म का केमिकल एनालिसिस किया तो हमने पाया कि भस्म के अंदर 46% ऑक्सीजन है. അങ്ങനെ ഭസ്മത്തിന്റെ കെമിക്കൽ അനാലിസിസ് ചെയ്തപ്പോൾ 46.6% ഓക്സിജൻ ആണ്. इधर 46% ऑक्सीजन ये भस्म को जब हम पानी में डालते हैं तो दिस ऑक्सीजन एलिमेंट इजीली डाइल्यूट इनटू द वेलम. ഈ 46.6% ഭസ്മത്തിനെ വെള്ളത്തിൽ ഇടുമ്പോൾ ഈ ഓക്സിജന്റെ ലെവല് വെള്ളത്തിൽ വളരെ ഡൈല്യൂട്ട് ആവും. तो वेलम का ऑक्सीजन लेवल बहुत हाई हो जाता है. വെള്ളത്തിന്റെ ഓക്സിജൻ ലെവൽ വളരെ വലുതാവുന്നു. और यही ऑक्सीजन ऐसा वेलम पीने के बाद बॉडी का ऑक्सीजन लेवल बढ़ जाने के बाद कोई भी प्रॉब्लम डिजीज का रिकवरी रेट बढ़ जाता है. ഈ ഭസ്മജലത്തിലെ ഓക്സിജന്റെ അളവ് കൂടിയ വെള്ളം കുടിക്കുന്നതോടുകൂടി ശരീരത്തിലെ ഓക്സിജൻ ലെവൽ വർദ്ധിക്കുന്നതോടുകൂടി അസുഖങ്ങൾ കുറയാൻ തുടങ്ങും. इसका जो सबसे बड़ा एक्सपेरिमेंट कहो या इसको कुछ भी कह सकते हो आप, कोरोना के पॉजिटिव मरीज के ऊपर हमने करके देखा. ഇത് എക്സ്പെരിമെന്റ് ആണോ പരീക്ഷണമാണോ അല്ലയോ, ഈ കൊറോണ പേഷ്യൻസിൽ ഇത് ചെയ്തു നോക്കി. मोर देन 20,000 कोरोना पॉजिटिव मरीज को हमने पिछले 2 साल पहले भस्म वाटर पिलाया. 20,000-ഓളം കൊറോണ ബാധിച്ചവർക്ക് ഈ ഭസ്മ വെള്ളം കൊടുത്തു നോക്കി. मुझे भी सरप्राइज होता है कि एक भी डेथ नहीं हुआ. അത്ഭുതങ്ങളിൽ ഒന്ന്, ഒരാൾ പോലും മരിച്ചിട്ടില്ല. जिन मरीजों का बॉडी का ऑक्सीजन लेवल 50%, 60%, एक मरीज का 40% से भी कम गया था, भस्म पानी पिलाने के बाद विदिन 3 मिनट्स उसका ऑक्सीजन लेवल राइज होने लगता है.
40-ന് താഴെ വന്ന ഓക്സിജൻ ലെവൽ വന്ന ആളിന് വരെ ഭസ്മജലം കൊടുത്തതോടുകൂടി പെട്ടെന്ന് ഓക്സിജൻ ലെവൽ കൂടാൻ തുടങ്ങി. और जैसे ही इसका ऑक्सीजन लेवल 90 अबव होता है, he becomes out of danger. അതായത് ഓക്സിജൻ ലെവല് 90 കുറവ് വന്നാൽ അതിന് വളരെ वो डेंजर लेवल से बाहर चला जाता है. 90-ന് മുകളിൽ വന്നാൽ അത് ഡേഞ്ചറാണ്. So जिन 20,000 वो समझ में आ गया. ऑक्सीजन लेवल കുറഞ്ഞിച്ചിന patient will be in danger. ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ പേഷ്യന്റ് ഡേഞ്ചറാണ്. भस्म वेलम देने के 3 मिनट के बाद, only 3 minutes after, oxygen level slowly rise and it's become up to 90%. ഭസ്മജലം കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ പതുക്കെ കൂടിയിട്ട് അത് 90 ലെവലിലെത്തും. 90% बनने के अपुறம் that patient is out of danger. ഈ 90% വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. इस प्रकार से हमने 20,000 कोरोना पॉजिटिव मरीज को बचाने का काम गौ माता के गोमय भस्म से किया है. 90% കൊറോണ പേഷ്യന്റിനെ രക്ഷിക്കാനുള്ള പണി നാടൻ പശുവിന്റെ ഭസ്മം കൊണ്ട് മാത്രം നടത്തി. 90% नहीं, more than 20,000 patient saved. 20,000 പേഷ്യന്റിനെ സംരക്ഷിക്കാൻ നാടൻ പശുവിന്റെ ഭസ്മം കൊണ്ട് മാത്രം കഴിയും. तो आप समझो कि गाय का भस्म सिंपल चीज नहीं है. അതുകൊണ്ട് മനസ്സിലാക്കൂ, പശുവിൻ ചാണകം കൊണ്ടുള്ള ഭസ്മം നിസ്സാര സാധനം അല്ല. और गाय का जो गोमय है वो उसकी बॉडी का वेस्ट मटेरियल नहीं है. सानम इज नॉट ए वेस्ट मटेरियल ऑफ द गौ माता बॉडी. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കൂ, പശുവിൻ ചാണകം വേസ്റ്റ് സാധനം അല്ല. आपका पूरा केरल त्रिवेंद्रम से कासरगोड चले जाओ, നമ്മുടെ കേരളം മൊത്തം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, आप पालकाड से कोल्लम तक चले जाओ, പാലക്കാട് തൊട്ട് കൊല്ലം വരെ, कहीं भी 19% से ज्यादा ऑक्सीजन आपको केरल में नहीं मिलेगा. എവിടെയും 90% കൂടിയ ഓക്സിജൻ കാണാൻ പറ്റില്ല, കിട്ടത്തില്ല. कहीं भी अबाउट 19% नहीं मिलेगा. बट व्हाट इज द रिक्वायरमेंट ऑफ आवर बॉडी? हमारा बॉडी का रिक्वायरमेंट कितना है? एयर में 20.8%, 20.8% ऑक्सीजन काटले इंदना and the muchi is perfect for our body. നമ്മുടെ വായുവില് 20% ഓക്സിജൻ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വായു ശുദ്ധമാകത്തുള്ളൂ ജീവന്. यहीं पर आपका इस जगह पर ऑक्सीजन का परसेंटेज कितना होगा? मे बी 16 to 17%, उससे ज्यादा नहीं होगा क्योंकि बहुत पॉल्यूटेड एरिया है आपका ये. तो पॉल्यूटेड एरिया तो हार्डली 17 to 18%, वो भी एट नाइट टाइम, नॉट इन डे टाइम. डे टाइम और कम होगा. ഇത് വളരെ പൊല്യൂട്ടഡ് സ്ഥലമാണ്. ഇവിടെ ഓക്സിജൻ ലെവൽ കമ്മാണ്. 17% से ज्यादा नहीं. 17% उल्लू ഇവിടെ. उससे ज्यादा नहीं. लेकिन यहाँ सामने गाय बंधी हुई है. देखो यहाँ पेड़ के नीचे गाय बंधी हुई है. उस गाय के 13 मीटर्स रेडियस के एयर को जब आप चेक करोगे, you will find 23% ऑक्सीजन नियर टू दैट. എവിടെ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടോ അതിന്റെ ചുറ്റിനുമുള്ള ഓക്സിജൻ ടെസ്റ്റ് ചെയ്താൽ 23%. 23% ऑक्सीजन കാണാൻ കഴിയും. तो ये कैसे होता है? ये मैजिक कैसे होता है? ഇതെങ്ങനെ സംഭവിക്കുന്നു? तो इसके ऊपर जब हमने रिसर्च किया तो पाया कि गाय का 25 सानम में 23% सॉलिड ऑक्सीजन है. ഇതിനെ റിസർച്ച് ചെയ്തപ്പോഴാണ് നാടൻ പശുവിന്റെ പച്ച ചാണകത്തിൽ 23% ഓക്സിജൻ ഉണ്ട്. तो गाय जब वहां सानी दे दी, सानम दे दिया, तो उसका एटमॉस्फेयर का जो एयर है उसमें 23% ऑक्सीजन हो जाता है. പശു ചാണകം ഇടുമ്പോൾ തന്നെ അതിന് ചുറ്റുമുള്ള വായുവിൽ 23% ഓക്സിജൻ വർദ്ധിക്കുന്നു. आप सभी लोग मॉडर्न साइंस पढ़े हुए लोग हो. ये सब लोग मॉडर्न साइंस पढ़ा हुआ. ഇന്ന് നിങ്ങൾ എല്ലാവരും മോഡേൺ സയൻസ് പഠിച്ചിട്ടുള്ളവരാണ്.
मैं भी मॉडर्न साइंस पढ़ा हूँ। गुरुजी भी मॉडर्न साइंस पढ़ा हुआ है। अभी तक मॉडर्न साइंस ने कोई ऐसा इक्विपमेंट्स नहीं बनाया जो एयर का प्यूरिफिकेशन कर सके। ഇന്ന് വരെ മോഡേൺ സയൻസിൽ ഒരു മെഷീനറിയും കണ്ടുപിടിച്ചിട്ടില്ല വായുവിലുള്ള പ്യൂരിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ. लेकिन भगवान का दिया हुआ, नेचर का दिया हुआ, सूर्य का दिया हुआ ये गौ माता 23% ऑक्सीजन एडेड सानम देती है। ഭഗവാൻ സൃഷ്ടിച്ച സൂര്യൻ സൃഷ്ടിച്ച പ്രപഞ്ചം നമ്മൾക്ക് തന്ന പശുവിൻ ചാണകത്തിൽ 23% ഓക്സിജൻ നിർമ്മിച്ചു തരുന്നു. इसलिए गाय यदि पृथ्वी पर है तो एयर प्यूरिफिकेशन पॉसिबल है। അതുകൊണ്ട് തന്നെ വായു ഈ ശൂന്യത ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവവായുവിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. इसी प्रकार से सॉइल का प्यूरिफिकेशन गाय है तभी संभव है। ഇത് ഇങ്ങനെ തന്നെ ഈ മണ്ണിന്റെ ശുദ്ധീകരണവും പശുവാണ്, പശുവിന്റെ ചാണകമാണ്. इसी प्रकार से बहुत सारे एक्सपेरिमेंट हैं हमने किए हैं जो बताता है कि पृथ्वी का वाटर एलिमेंट का शुद्धिकरण, फायर एलिमेंट का शुद्धिकरण, स्काई एलिमेंट का शुद्धिकरण ओनली पॉसिबल बाय द गौ माता। ഇങ്ങനെ തന്നെ ഗുരുജി എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. വായു തത്വത്തിന്റെ ശുദ്ധീകരണവും ഭൂമി തത്വത്തിന്റെ ശുദ്ധീകരണവും ജലതത്വത്തിന്റെ ശുദ്ധീകരണവും അഗ്നി തത്വത്തിന്റെ ശുദ്ധീകരണവും ആകാശ തത്വത്തിന്റെ ശുദ്ധീകരണവും പശുവിനെ കൊണ്ട് സാധ്യമാണ്. അതിന്റെ എല്ലാ പരീക്ഷണങ്ങളും ഗുരുജി നടത്തിയിട്ടുണ്ട്. आज उतना समय नहीं है कि बहुत सारा एक्सपेरिमेंट के बारे में आपको मैं बता सकता हूँ। कुछ और एक दो फार्मूला बताने के बाद इसको पूरा कर देगा। ഇതെല്ലാം ഇന്ന് സംസാരിക്കാനുള്ള സമയമില്ല. ഒന്നോ രണ്ടോ പരീക്ഷണങ്ങളുടെ കാര്യങ്ങൾ കൂടെ ഇന്നിവിടെ പറയാം. हमारा शरीर में 68% वाटर एलिमेंट है। നമ്മുടെ ശരീരം 68% വെള്ളമാണ്. तो क्या हम प्योर वेलम पीते हैं? നമ്മൾ ശുദ്ധജലം കുടിക്കുന്നുണ്ടോ? इनके कड़े शुद्ध जल എവിടെ കിട്ടും ശുദ്ധജലം? कहीं भी आप चले जाओ, क्योंकि जल को आज तक मॉडर्न साइंस ने डिफाइन नहीं किया। सॉइल को मॉडर्न साइंस ने डिफाइन किया। देयर इज नो डेफिनेशन फॉर द सॉइल, देयर इज नो डेफिनेशन फॉर द वाटर, देयर इज नो डेफिनेशन फॉर द एयर, फायर एंड स्काई। इस मॉडर्न साइंस के पास डेफिनेशन ही नहीं है तो ये डिफाइन क्या करेंगे? ഈ മോഡേൺ സയൻസിന്റെ ഒന്നിന്റെയും നിർവചനങ്ങളില്ല. ശുദ്ധജലത്തിന്റെ ഇല്ല, ശുദ്ധവായുവിന്റെ ഇല്ല, ശുദ്ധമായ ഒന്നിന്റെയും ഡെഫിനിഷൻ ഇല്ല. പിന്നെ ഇതവരെ എങ്ങനെയാണ് പറയുന്നത്? तो यदि हमारे बॉडी में 68% शुद्धमान वेलम इरिगे, सो जब कभी भी बैलेंस खराब होता है बॉडी के अंदर का 68% वेलम एलिमेंट का जब बैलेंस खराब होता है तो व्हाट इज द मेडिसिन? मेडिसिन इज द प्योर वेलम। നമ്മളുടെ ശരീരത്തിലുള്ള 68% വെള്ളത്തിന് ബാലൻസ് തെറ്റിയാൽ, വെള്ളത്തിന്റെ ശുദ്ധി നഷ്ടപ്പെട്ടാൽ അതിന്റെ മരുന്ന് ശുദ്ധജലമാണ്. അതെവിടെ ഇരിക്കുന്നു? कहीं भी शुद्ध वेलम नहीं मिलता है। लेकिन गाय, गौ माता का जो पाल है, पाल में 84% शुद्धमान वेलम एलिमेंट इज देयर। നാടൻ പശുവിന്റെ പാലിലേ ഉള്ളൂ ശുദ്ധമായ വെള്ളമുള്ളത്. 84 തൊട്ട് 86 വരെ ശതമാനം ശുദ്ധജലമുള്ളത് നാടൻ പശുവിന്റെ പാലിലാണ്. तो जब कभी हमारे शरीर का वेलम बैलेंस खराब होता है तो फर्स्ट अशुभम होता है जलदोषम। അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന് കേട് വരുമ്പോഴാണ്, വെള്ളത്തിന്റെ ശുദ്ധി പോകുമ്പോഴാണ് ജലദോഷം ഉണ്ടാകുന്നത്. So what is the medicine for the जलदोषम? ജലദോഷത്തിന്റെ മരുന്ന് എന്താണ്? जलदोषम का बायोटिक मेडिसिन है पशुपाल। ജലദോഷത്തിന്റെ ബയോട്ടിക് മരുന്നായിട്ട് ഉപയോഗിക്കേണ്ടത് നാടൻ പശുവിന്റെ പാലാണ്. जब कभी आपको जलदोषम हो जाए तो क्या करना? 100 ml पशुपाल, उसमें 1 स्पून पशुपाल नेई, थोड़ा मंजन പൊടി मिक्स करके पी जाओ, जलदोषम खत्म होता है। അതായത് ജലദോഷം വന്നാല് 100 ml പാല്, 1 സ്പൂൺ നെയ്യ്,
അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കുകയാണെന്ന് വരിയിൽ ജലദോഷം പോകും. जलदोषण खत्म होता है. इसी प्रकार से हमारा शरीर में वायु दोष होता है. वायु ഇങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൽ വായുദോഷം ഉണ്ടായാൽ അത് वातम दोष भी जिसको कहते हैं, അതിനെയാണ് നമ്മൾ വാതശല്യം എന്ന് പറയുന്നത്. முதல்ல असुगम वातम दोष में होता है मलबंधन. ഈ വാതദോഷത്തിൽ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് മലബന്ധമാണ്. दूसरा होता है हार्ट प्रॉब्लम. അത് കഴിഞ്ഞിട്ട് ഹാർട്ടിന് പ്രശ്നമുണ്ടാവും. और अंत में होता है ब्रेन का प्रॉब्लम. അതിന് മൂന്നാമതുണ്ടാവും തലയ്ക്ക് പ്രശ്നമുണ്ടാവും. वात दोषम का कोई भी प्रॉब्लम होने दो, व्हाट इज द मेडिसिन फॉर द वात दोषम? गौमूत्रम, बिकॉज गौमूत्रम इज द कंपोजिशंस ऑफ द एयर एलिमेंट. ഈ വാതദോഷത്തിന്റെ പ്രധാന മരുന്ന് ഗോമൂത്രമാണ്. ഈ ഗോമൂത്രം എന്ന് പറയുന്നത് വായു തത്വമാണ്. तो कोई भी वात दोष हो जाए, मलबंधन टू ब्रेन हेमरेज, कोई भी असुगम होने दो, गौमूत्र इज द बेसिक मेडिसिन. ഇതിൽ തന്നെ ഈ വാദസംബന്ധമായ ഏത് അസുഖം ഉണ്ടായാലും മലബന്ധം തൊട്ട് തലയുടെ അസുഖം വരെ അതിന്റെ മരുന്ന് ഗോമൂത്രമാണ്. तो किसी भी इस तरह के पेशेंट को जब मैंने कहा कि आप ताजा फ्रेश गौमूत्र पियो, അതുകൊണ്ട് തന്നെ ഗുരുജി പറയുന്നു നിങ്ങളുടെ ഈ അസുഖത്തിന് നാടൻ പശുവിന്റെ ഫ്രഷ് മൂത്രം അന്നേരം പിടിക്കുന്നത് അന്നേരം കഴിക്കാം, വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. आप में से कितने लोग फ्रेश गौमूत्र पी सकते हैं? എത്ര പേരുണ്ട് നാടൻ പശുവിന്റെ മൂത്രം കുടിക്കാൻ കഴിയുന്നവര്? ऐसा ही हुआ, 6 പേര്. ऐसा ही एक्सेप्टेंस नहीं हुआ, तब मेरे दिमाग में आया इसमें इसको कोई फिनिश मेडिसिन बनाना पड़ेगा. ഇത് ആദ്യം അങ്ങനെ തന്നെ ഉണ്ടായി. ആരുമില്ല, സ്വീകരിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗോമൂത്രത്തിന്റെ അടുത്ത രൂപം കണ്ടുപിടിച്ചു. इसलिए हमने गौमूत्र को 2 पार्ट में स्प्लिट किया, तोड़ दिया. ഗോമൂത്രത്തിനെ 2 പാർട്ടാക്കി മാറ്റി. One is the liquid part, another is the solid part. Solid part is only 4% and 96% is the liquid part. 96% ലിക്വിഡ് പാർട്ടായിട്ടും 4% Solid part. സോളിഡ് ആയിട്ടും മാറ്റി. जिसको जो है क्षारम भी कहते हैं. क्षारम, ക്ഷാരം, ക്ഷാരം എന്നും പറയും. അത് क्षारम से गणवटी बना दिया, गोलियां बना दिया. ഗണപടി എന്ന് പറഞ്ഞാൽ ഗുളിക, ചെറിയ ചെറിയ ഗുളികകളാക്കി 4%. और गौमूत्र को डिस्टिल करके उसका अर्क बना दिया. ഗോമൂത്രം വാറ്റിയിട്ട് അർക്ക എന്ന പേരിൽ ലിക്വിഡ് ആക്കി. सो अर्क में क्या हुआ? नो स्मेल, नो कलर. അർക്കില് മണമില്ല, കളറില്ല. सो इजीली एक्सेप्टेबल हो गया. അത് ഈസി ആയിട്ട് കുടിക്കാൻ കഴിയും. लेकिन अर्क थोड़ा ज्वलनशील होता है. അർക്ക് ഇത്തിരി രൂക്ഷമായിരിക്കും, അതായത് ചെറിയ കത്തലുണ്ട്. अगर फायरिंग प्रॉपर्टीज उसमें है, इसलिए अर्क का सेकंड डिस्टिलेशन किया. അത് ഇത്തിരി കട്ടി കൂടിയതുകൊണ്ട് രണ്ടാമതും വാറ്റി. सेकंड डिस्टिलेशन करने के बाद लाइक नो कलर, नो स्मेल एंड बिहेवियर इज सिंपल जस्ट लाइक ए प्लेन वाटर. രണ്ടാമത് വാറ്റി കഴിയുമ്പോൾ ഇതിന് കളറില്ല, ഇതിന് കത്തലില്ല, നല്ല ശുദ്ധജലം കുടിക്കുന്നത് പോലെ ഇരിക്കും. इसलिए गौमूत्र का सेकंड डिस्टिलेशन इजीली एक्सेप्टेबल हुआ. അതുകൊണ്ട് രണ്ടാമത് വാറ്റുന്ന അർക്കുകൾക്ക് എല്ലാവർക്കും സ്വീകാര്യത വർദ്ധിച്ചു. जब इसका रिकवरी कंपैरिजन किया, फ्रेश गौमूत्र, फर्स्ट डिस्टिलेशन गौमूत्र, सेकंड डिस्टिलेशन गौमूत्र, बेस्ट रिजल्ट दिया सेकंड डिस्टिलेशन गौमूत्र. ഇതിന്റെ പരീക്ഷണം നടത്തിയപ്പോഴേ ഫ്രഷ് ഗോമൂത്രം ഫസ്റ്റ് ഡിസ്റ്റിലേഷൻ, സെക്കൻഡ് ഡിസ്റ്റിലേഷനിൽ ഏറ്റവും കൂടുതൽ ഫലം കാണുന്നത് സെക്കൻഡ് ഡിസ്റ്റിലേഷൻ, രണ്ടാമത്തെ ഡിസ്റ്റിലേഷൻ കഴിയുന്ന മരുന്നിലാണ്. So second distillation easily acceptable, easily drinkable. Result also compared to fresh gomootra and distilled gomootra, it is better. രണ്ടാമത് വാറ്റിയ ഗോമൂത്ര മരുന്നിന് ഫ്രഷ് ഗോമൂത്രത്തിനേക്കാളും ആദ്യത്തെ വാറ്റിനേക്കാളും ഫലം കൂടുതൽ കാണുന്നു. अब मैं आपसे एक प्रश्न पूछता हूँ. എല്ലാവരോടും കൂടി ഒരു ചോദ്യം ചോദിക്കുന്നു. किसी भी वस्तु का, मैं इसलिए प्रश्न पूछ रहा हूँ क्योंकि हम सभी मॉडर्न साइंस पढ़े हुए लोग हैं. ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം നമ്മൾ എല്ലാവരും മോഡേൺ സയൻസ് പഠിച്ചിട്ടുള്ളവരാണ്.
मॉडर्न साइंस क्या कहता है, इफ वी डू प्रोसेस टू एनी एलिमेंट्स, तो प्रोसेस के बाद एलिमेंट में डिफिशियंसी आता है। तो आगे समझ में आया? മനസ്സിലായ എല്ലാവർക്കും? एक उदाहरण, 1 किलो गोधुमे, ഉദാഹരണം 1 കിലോ गोधुमे व्हीट, 1 കിലോ ഗോതമ്പ്, व्हीट को जब आप प्रोसेस करके आटा बनाते हो, माऊ बनाते हो, तो 1 केजी माऊ निकलता है क्या? 1 കിലോ ഗോതമ്പ് പൊടിച്ചാൽ 1 കിലോ പൊടി കിട്ടുമോ? नहीं आएगा, കിട്ടത്തില്ല, കുറേ थोड़ा कम आएगा। दिस इज कॉल्ड द प्रोसेस लॉस। ഇതിന്റെ പേരാണ് ക്വാണ്ടം ലോസസ് പ്രോസസ്. So all modern science based on the process loss theory. എല്ലാ ഇതിലും പ്രോസസ് ചെയ്യുമ്പോൾ കുറച്ച് കുറവ് വരും, അതൊരു തിയറിയാണ്. 1 किलो कच्चे मांगा 1 കിലോ പച്ചമാങ്ങ में कितना न्यूट्रिशन है उसका वैल्यू लिख लो, एंड कच्चे मांगा को फायर में डालने के बाद उसका प्रोटीन लेवल निकालोगे तो इट विल बी लेस। 1 കിലോ പച്ചമാങ്ങയുടെ പ്രോട്ടീൻ എടുത്തിട്ട് അതിന്റെ അളവെടുത്തിട്ട് അത് കത്തിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഗുണം കുറവായിരിക്കും. कभी बढ़ नहीं सकता है बिकॉज प्रोसेस। सो ईच एंड एवरी प्रोसेस गिव द लॉस, इट्स कॉल्ड द प्रोसेस लॉस थ्योरी। दिस प्रोसेस लॉस थ्योरी इज द बैकबोन ऑफ द मॉडर्न साइंस। എല്ലാ പ്രോസസ്സിലും അതിന്റെ മൂല്യം കുറയുന്നതാണ് പുതിയ തിയറി. लेकिन गाय का गव्य, you do any process you will not find any process loss. എന്നാൽ പശുവിന്റെ ഗവ്യങ്ങള് നിങ്ങൾ എന്ത് പ്രോസസ് ചെയ്താലും മൂല്യം കൂടത്തേ ഉള്ളൂ, ഒന്നും കുറയത്തില്ല. सानम कन्वर्ट इनटू द वेरली, प्रोसेस लॉस नहीं होता। ചാണകം ഉണക്കി വരളിയാക്കിയാൽ മൂല്യം കുറയത്തില്ല. वेरली कन्वर्ट इनटू द भस्म, लॉस नहीं होता। വരളി കത്തിച്ച് ഭസ്മമാക്കിയാൽ മൂല്യം കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. भस्म मिक्स इनटू वेलम, लॉस नहीं होता। ഭസ്മം വെള്ളത്തിൽ കലക്കിയാൽ മൂല്യം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. गौमूत्र कन्वर्ट इनटू द अर्थ, लॉस नहीं होता। ഗോമൂത്രം അറക്കാക്കി മാറ്റിയാൽ കുറയത്തില്ല. अर्थ को फिर से अर्थ बना दो, डबल डिस्टिलेशन, नो लॉस। അർക്കിനെ വീണ്ടും വാറ്റിയാലും മൂല്യം കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. മൂന്നാമത്തെ ഡിസ്റ്റിലേഷൻ, नो लॉस। മൂന്നാമത് വാറ്റിയാലും മൂല്യം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഇതേമാതിരി പശുപാൽ കൺവേർട്ട് ഇൻടു തൈര്, there will be no loss. ഇതേപോലെ പശുവും പാലിനെ തൈരാക്കിയാലും മൂല്യം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. തൈര് ആർട്ടിടേക്ക് കൺവേർട്ട് ഇൻടു മോർ, there is no process loss. ഈ തൈര് അരങ്ങി മോരാക്കിയാലും മൂല്യം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. വെണ്ണ, no process loss. വെണ്ണ ടു നെയ്, എണ്ണ ഉരുക്കി നെയ്യാക്കിയാലും മൂല്യം കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. any ഗവ്യ you convert any times, there will be no process loss. ഏത് ഗവ്യങ്ങൾ പശുവിന്റെ എടുത്ത് നമ്മള് അതിന്റെ രൂപം മാറ്റിയാലും അതിന്റെ മൂല്യം കൂടത്തതേ ഉള്ളൂ, ഒരിക്കലും മൂല്യം കുറയുന്നില്ല. Then how we can do the correct chemical analysis of the any ഗവ്യ? അതുകൊണ്ട് തന്നെ ഈ ഏത് ഗവ്യങ്ങളും അതിന്റെ കൃത്യമായ രീതിയിൽ അതിന്റെ മൂല്യം കൂടുന്നതേ ഉള്ളൂ പ്രോസസ് ചെയ്യുന്നതിലൂടെ. In full world, no machinery, no equipments, no formula can do the actual chemical analysis of the ഗവ്യ. ഇന്ന് വരെ ലോകത്തിൽ ഇതിന്റെ പൂർണ്ണമായ ഫലം അളക്കാനുള്ള ഒരു മെഷീനറിയും ആരും ഉണ്ടാക്കിയിട്ടില്ല. So please don't go behind modern science. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മോഡേൺ സയൻസിലോട്ട് പോകരുത്. நான் modern science தான் படிச்சிருக்கேன். modern science படிச்சிட்டு மெக்கானிக்கல் இன்ஜினியரிங், கம்ப்யூட்டர் சயின்ஸ் எல்லாம் படிச்சிருக்கேன். எல்லாம் படிச்சிட்டு எக்ஸ்பெரிமெண்ட் பண்ணிட்டு பார்த்துட்டேனா ரிசல்ட் என்ன ஆகுது? there is no machinery to do the chemical analysis of the ഗവ്യ. ഇതെല്ലാം കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഈ പുതിയ മെഷീനറിയിലൊന്നും ഗവ്യങ്ങളുടെ ഗുണനിലവാരം അളക്കാനുള്ള മെഷീനറികൾ ഉണ്ടായിട്ടേ ഇല്ല, കണ്ടുപിടിച്ചിട്ടേ ഇല്ല. I have worked in the laboratory till the blasting of protons level. വേൾഡ് ലാബറട്ടറിയിൽ പ്രോട്ടോൺ പൊട്ടിക്കുന്നതിനെ കുറിച്ച് वहां भी
इसको फाइंड आउट नहीं कर सकते। അവിടെയും ഇതിനെ ഫൈനലായിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളില്ല. इसलिए मेथड क्या है? അതുകൊണ്ട് തന്നെ രീതി എന്താണ്? एक कहावत है, प्रत्यक्ष को प्रमाण की कोई जरूरत नहीं है। ഇതിന്റെ ഒരു ഇതാണ്, പ്രത്യക്ഷത്തിൽ കാണുന്നതിന് പ്രമാണം വേണ്ട. നമ്മൾ കാണുന്നതിന് I am looking he Chandrasekhar Pillai. No need to prove he Chandrasekhar Pillai. ഇപ്പൊ എന്നെ കാണുന്നു ചന്ദ്രശേഖര പിള്ള, ഇതിന് നിങ്ങൾക്ക് പ്രൂഫ് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. My mother told he is your father. I never asked to prove actually he is my father or not. അമ്മ പറയുകയാണ് ഇത് എന്റെ അച്ഛനാണെന്ന്, ഇനി അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രൂഫ് വേണമെന്ന് പറയാൻ പറ്റുമോ? ജലദോഷം വന്ദന പശു, ജലദോഷം വന്ദന പശു പാല് നെയ്യ് മഞ്ചൾ മിക്സ് பண்ணிட்டு கொதிக்கிட்டு சாப்பிட்டு ரிசல்ட் பாருங்க. Don't go for experiments. ജലദോഷം വന്നാൽ പശുവിൻ പാലിൽ നെയ്യ് ചേർത്ത് മഞ്ഞപ്പൊടി ചേർത്ത് തിളപ്പിച്ചിട്ട് കുടിച്ചു നോക്കൂ. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വേറെ ഒരു പരീക്ഷണം? കുടിച്ചു നോക്കൂ. ये बात मैं नहीं कर रहा हूं, ये बात अथर्ववेद कहते हैं. ഈ തിയറി പറയുന്നത് ഗുരുജിയല്ല, അഥർവവേദത്തിൽ പറയുന്നതാണ്. अथर्ववेद कहते हैं गावो. അഥർവവേദത്തിൽ പറയുന്നു ഗാവോ പശു, सोमस्य, ഗാവോ സമസ്യ, गावो सोमस्य, ഗാവോ സമസ്യ, समस्या नहीं, गावो सोमस्य प्रथमस्य भक्ष. गावो, गावो मीन्स गव्यास. हाँ, गव्यास, गावो सोमस्य. हाउ इज गव्यास? What is the property of गव्या? तो गव्या सोमस्य, सोमस्य means चंद्रमा, नीला. All गव्या property is equivalent to नीला, moon, चंद्रमा की तरह. तो what is property of चंद्रमा? तो चंद्रमा सरल, सुंदर, शीतल. ഞാനിതൊന്ന് പറഞ്ഞു നോക്കാം, അറിയില്ല. मैं बोलता हूँ, चंद्रमा प्रॉपर्टी सरल, सिंपल. ചന്ദ്രന്റെ നിലാവ് വളരെ സരളമാണ്, സിമ്പിളാണ്. സൂര്യനെ ரொம்ப നേരം பார்க்க முடியாது. സൂര്യനെ നമുക്ക് ഒത്തിരി നേരം നോക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര ഹാർഡാണ്. ചന്ദ്രനെ ഫുൾ നൈറ്റ് பார்த்திருக்கலாம். ചന്ദ്രനെ രാത്രി മൊത്തം വേണമെങ്കിൽ നോക്കിയിരിക്കാം. സച്ച് എ സിമ്പിൾ, സിമ്പിൾ ആണത്, सरल, ശാന്തമാണത്, सुंदर मींस ब्यूटीफुल, കാണാൻ മനോഹരമാണ്. पूर्णिमा का चांद, पूर्णिमा नीला, वो इज ब्यूटीफुल. പൂർണിമയുടെ ചന്ദ്രൻ വളരെ മനോഹരമാണ്. So Atharvaved say what is the property of moon? Same property of the Gavya. അഥർവവേദം പറയുന്നു ഈ ചന്ദ്രന്റെ എന്തൊക്കെ ഘടകങ്ങൾ സുന്ദരമാണോ അതേപോലെ ഗവ്യങ്ങളുടെയും ഫലം സുന്ദരമാണ്, സരളമാണ്, ശാന്തമാണ്. तो क्या करना? അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? प्रथमस्य भक्ष. പ്രഥമമായ ഭക്ഷണം പശുവിന്റെ ഗവ്യങ്ങളാണ്. इसलिए गव्यास लाइक चंद्रमा. So प्रथमस्य means whenever first time of the life उसका भक्षण करो. അതുപോലെ ചന്ദ്രന്റെ പ്രകാശം പോലെ പ്രധാനമായ ഭക്ഷണമാക്കി ഗവ്യങ്ങളെ മാറ്റി. तो हमने क्या किया? फर्स्ट टाइम हमारा क्या होता है? जब हम मदर के गर्भ से बाहर निकलते हैं, that is the first time of the life. നമ്മൾ ആദ്യമായി ഭൂമിയിലേക്ക്, ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ പ്രകാശം കാണുന്നു. वो फर्स्ट मोमेंट होता है जब हम मदर के गर्भ से बाहर निकलते हैं. ആദ്യത്തെ മൊമെന്റ് ആണ് ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു. तो जो बच्चा चाइल्ड माँ के गर्भ से बाहर निकलता है उसको गव्य का भक्षण कराओ. ആദ്യമായിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടിക്ക് ഗവ്യമാണ് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ടത്. कम से कम लास्ट 25 years में more than 5000 born children को मदर मिल्क के पहले उसको गव्य भक्षण कराया है मैंने. ഗുരുജി 25 years में more than 5000. 25 വർഷത്തിനകത്ത് 5000-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക്
ആദ്യമായി ഗവ്യം ഭക്ഷണമാക്കി കൊടുത്തിട്ടുണ്ട് ഗുരുജി. मदर मिल्क के पहले, അതായത് അമ്മയുടെ പാല് കൊടുക്കുന്നതിന് പകരം നമ്മൾ തൊട്ട് കൊടുക്കുന്നെന്ന് പറയുന്നത്. अम्मा पाल के मुन्नाड़ी गव्य कुत्ते इरुक्कुदे. പാല് കൊടുക്കുന്നതിന് മുൻപ് ഗവ്യം കൊടുക്കും. मालूम है रिजल्ट क्या हो? അതിന്റെ ഫലം അറിയണോ? 6 മാസത്തിലെ പല്ല് വന്നിച്ചു. അതിന്റെ റിസൾട്ട് ആണ് 6 മാസത്തിൽ പല്ല് വന്നു. நிறைய பசங்களுக்கு 3 മാസത്തിലെ പല്ല് വന്നിച്ചു. കൂടുതൽ കുട്ടികൾക്ക് 3 മാസത്തിൽ പല്ല് വന്നു. 8 മാസത്തിലെ കുട്ടി നടന്ന് ആരംഭിച്ചു. 8 മാസം കൊണ്ട് നടന്നു തുടങ്ങി. 1 വർഷത്തിലെ ഓടി ആരംഭിച്ചു. ഒരു दौड़ना शुरू कर दिया 12 महीने में. 1 വയസ്സിൽ ഓടാൻ തുടങ്ങി. और 15 मंथ में बैठ के पूजा करना शुरू कर दिया. 15ാമത്തെ മാസത്തിൽ ഇരുന്ന് പൂജ ചെയ്യാൻ തുടങ്ങി. 15 मंथ में उसका ब्रेन की कैपेबिलिटी ऐसा बढ़ गया कि वो सब पढ़ना शुरू कर दिया. 15ാമത്തെ മാസത്തിൽ അതിന്റെ ബുദ്ധിയുടെ വളർച്ച പഠിക്കാൻ തുടങ്ങി. अभी भारत देश में ऐसा 5000 बच्चे हैं. ഈ ഭാരതത്തിൽ ഇന്ന് 5000 കുട്ടികൾ ഇങ്ങനെയുള്ളതുണ്ട്. जिसके ऊपर हमने गाय के गव्यों का उपयोग किया है. ഈ 5000 കുട്ടികളിൽ പശുവിന്റെ ഗവ്യങ്ങളുടെ ഉപയോഗമേ നടത്തിയിട്ടുള്ളൂ. इतना अच्छा गव्या कैसे गलत हो सकता है? ഇത്രയും മനോഹരമായ നാടൻ പശുവിന്റെ ഗവ്യങ്ങൾ എങ്ങനെയാണ് തെറ്റാവുന്നത്? इसलिए मैं सभी से, भारत देश के सभी लोगों से, खास करके सहोदरी गण से मैं कहता हूँ विशेष रूप से कि आप गव्यों को बच्चों को दो. ഗുരുജിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് സഹോദരിമാരോടാണ്. ഈ പശുവിന്റെ ഗവ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങും. आपने बचपन मिस किया, कोई बात नहीं. अभी बच्चा जिस उम्र का है आप दे दो, बेस्ट रिजल्ट मिलेगा. നമ്മളുടെ ജീവിതം എന്തായാലും നമ്മളെ നഷ്ടപ്പെടുത്തി. ഇനി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ നാടൻ പശുവിന്റെ ഗവ്യങ്ങൾ കൊടുത്തു തുടങ്ങൂ. കുട്ടികൾക്ക് നല്ല റിസൾട്ട് കാണാൻ കഴിയും. इन बच्चों में एक चीज और मैंने देखा है कि वायलेंस का नेचर 0 होता है. ഇതിൽ വേറെ ഫലം കണ്ടു. ഇത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വയലൻസ് ഇല്ല. അതായത് അവര് വളരെ ശാന്തരായി കാണാൻ തുടങ്ങി. इसलिए भारत को यदि वायलेंस फ्री बनाना है, भारत को निरोगी बनाना है, तो गाय के अलावा कोई रास्ता नहीं है. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശാന്തരാക്കുന്നതിന്, വയലൻസ് ഇല്ലാത്ത സമൂഹം ഉണ്ടാക്കുന്നതിന് പശുവിന്റെ ഗവ്യങ്ങൾ കൊടുത്തു തുടങ്ങണം കുട്ടികൾക്ക്. तो ऐसे देखो बहुत सारे एक्सपेरिमेंट और उदाहरण हैं. मैं कई दिन भी बात कर सकता हूँ आपसे, एक दिन नहीं कई दिन बात कर सकता हूँ. इतना सारा गाय इज द कड़ल, एक साइंस का कड़ल है. कड़ल माने सी है. एंड व्हाट इज द माय नॉलेज इज द 2 bucket वाटर. ഒരു സമുദ്രത്തിലെ ജലം പോലെ ഈ കിടക്കുന്ന ഇതിന്റെ വിവരത്തിൽ ഗുരുജിയുടെ കയ്യിൽ 2 ബക്കറ്റ് വെള്ളം എടുത്തതുപോലെ, ഒരു കടലിൽ നിന്ന് 2 ബക്കറ്റ് വെള്ളം എടുത്തതുപോലുള്ള നോളജ് ആണെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും നിങ്ങളോട് സംസാരിക്കാനുള്ള നോളജ് ഗുരുജിയുടെ കയ്യിലുണ്ട്. ഈ കടലിൽ നിന്ന് 2 ബക്കറ്റ് എടുത്തുള്ളൂ. എന്നിട്ട് പോലും എത്ര ദിവസം സംസാരിച്ചാലും തീരാത്ത തരത്തിലുള്ള ഗവേഷണ നിരീക്ഷണ പാഠങ്ങളുണ്ട്. അതിലൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങളും. ഞങ്ങൾ കുറച്ച് ദിവസം ഗുരുജിയിൽ നിന്ന് പഠിച്ചതിലൂടെ ഞാൻ ഇത്തിരി എന്റെ കയ്യിൽ നിന്ന് പറയാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. ഞങ്ങളൊക്കെ ഇന്ന് വലിയ വലിയ ഡോക്ടർമാരായിട്ടാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. എല്ലാ രോഗങ്ങളും മാറ്റുന്നുണ്ട് ഞങ്ങള്. അത് ഗുരുജി പറയുന്ന നോളജ് കുറച്ച് കേട്ടതിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ വളരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ऋग्वेद से लेकर के और अभी तक जितने ग्रंथ है, इस ग्रंथ में मैंने मोर देन 3500 फॉर्मुलेशंस गाय का पाया है. 3500 फॉर्मुलेशन കടിച്ചു ഇരിക്കുന്നത് ഋഗ്വേദ ടിൽ സയൻസ്. അതിലെ மற்றும் 65 formulations വർക്ക് റിസർച്ച് பண்ணிருக்குது. அது பாருங்க எவ்வளவு உலகத்து மாதிரி இது சயின்ஸ். So പശു സയൻസ് is the ultimate science. 3500ഓളം ഫോർമുലകൾ ഉള്ളതിൽ നിന്ന് ഗുരുജി 68
65 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ എത്ര ഇനി കിടക്കുന്നു? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പശുവിന്റെ സയൻസ് എത്രയോ വലുതാണ്. 65 കൊണ്ട് തന്നെ ഗുരുജി ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. इसीलिए हमारा स्वामी जी ने जो कॉन्सेप्ट दिया है अर्थ के बैलेंस का, उसमें गाय बहुत इम्पोर्टेंट है. നമ്മുടെ ആശ്രമത്തിന്റെ സ്വാമിജി തന്നിരിക്കുന്ന നോളജ് വെച്ചിട്ട് ഈ ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടി പശു എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. तो आज मैं इस बात को यहीं पर होल्ड कर देता हूँ और माफ करना, मैं मलयालम समझ सकता हूँ, बोल नहीं सकता. അങ്ങനെ ഗുരുജി ഇന്നിവിടെ ഇത് പൂർണ്ണമാക്കുകയാണ്. ക്ഷമിക്കണം നിങ്ങൾ ഓരോരുത്തരും. ഗുരുജി മലയാളം മനസ്സിലാക്കും, പക്ഷെ പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിലൊക്കെ ഒത്തിരി മിസ്റ്റേക്കൊക്കെ കാണും. അത് നിങ്ങളൊന്ന് സഹിച്ചേക്കുക. लेकिन मैं बहुत जल्दी पूरा मलयालम बोलने के लिए सीख के दोबारा आऊंगा आपके पास. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗുരുജി മലയാളം പഠിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇവിടെ വരും. क्योंकि देखो, मैं मानता हूँ कि भारत में जितनी भी भाषाएं हैं, जितनी भी भाषाएं हैं, इसमें से खासकर जो द्रविड़ ओरिजिन की जो भाषाएं हैं, दैट इज द कंप्लीट साइंस. ഭാരതത്തിൽ എത്ര ഭാഷകളുണ്ടോ അതിൽ ദ്രാവിഡ ഭാഷയിലാണ് കംപ്ലീറ്റ് സയൻസ് അടങ്ങിയിരിക്കുന്നത്. हमारे द्रविड़ भाषाओं के शब्दों में अर्थशास्त्र है, मेडिकल साइंस है, समाज विज्ञान है, गणित विज्ञान है और चिकित्सा विज्ञान भी है. ദ്രാവിഡ ഭാഷയിൽ ഗണിത വിജ്ഞാനം, सभी है. എല്ലാ വിജ്ഞാനങ്ങളുമുണ്ട്. इसलिए बिना द्रविड़ भाषा के कंप्लीट ज्ञान के आप ज्ञानी नहीं बन सकते हो. അതുകൊണ്ട് തന്നെ ദ്രാവിഡ ഭാഷ ഒഴിവാക്കിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് ജ്ഞാനം ആർക്കും സമ്പാദിക്കാൻ പറ്റില്ല. आज भी भारत के जो द्रविड़ भाषाएं हैं, इनमें सब साइंस बचा हुआ है. ഭാരതത്തിലെ ദ്രാവിഡ ഭാഷയിൽ എല്ലാ സയൻസും അടങ്ങിയിട്ടുണ്ട്. लेकिन नॉर्थ में बाहरी आक्रमण के कारण बहुत कुछ खत्म हो गया. വടക്കേ ഇന്ത്യയിലെ വിദേശ ആക്രമണം കൊണ്ട് എല്ലാം നശിച്ചു. ऐसी बहुत सारी चीजें हैं, समय होता तो मैं आपसे शेयर करता. इसलिए मैं आज इस संवाद को यहीं पर मैं खोल करता हूँ और हमारे अतिथियों को बहुत बहुत मैं धन्यवाद देता हूँ कि आप लोगों के प्रयास से हमें जो है स्वामी जी के इस प्रोग्राम में भाग लेने का मौका मिला. आप सभी का बहुत बहुत धन्यवाद. बहुत बहुत മനസ്സിലായല്ലോ.